നാരായണ. ഓം ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ശ്രീനാഥ നാരായണ വാസുദേവ. 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 സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അഗജാനന പദ്മാർക്കം ഗജാനന മഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. അസ്മദ്ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. ജ്ഞാനാനന്ദമയം ദേവം നിർമ്മലസ്ഫടികാകൃതിം ആധാരം സർവവിദ്യാനാം ഹയഗ്രീവമുപാസ്മഹേ. ഓം ശ്രീ ഹയഗ്രീവമൂർത്തയേ നമഃ. സരസ്വതി നമസ്തുഭ്യം കോമളഹസ്താബ്ജസംഭാവിതലലാടകം ഹിരണ്യകുണ്ടലം വന്ദേ കുമാരം പുഷ്കരസ്രജം. ഓം വെട്രിവേൽ മുരുകനുക്ക് ഹരോഹരാ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. സ്വാമിയേ ശരണമയ്യപ്പ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. സായങ്കാലേ വനാന്തേ കുസുമിതസമയേ സൈകതേ ചന്ദ്രികായാം ത്രൈലോക്യാകർഷണാംഗം സുരവരഗണികാമോഹനാപാംഗമൂർത്തിം സേവ്യം ശൃംഗാരഭാവൈഃ നവരസഭരിതൈഃ ഗോപകന്യാസഹസ്രൈഃ വന്ദേഹം രാസകേളീരതമതിസുഭഗം വശ്യഗോപാലകൃഷ്ണം. ആനീലശ്ലക്ഷ്ണകേശം ജ്വലിതമകരസൽകുണ്ടലം മന്ദഹാസസ്യന്ദാർദ്രം കൗസ്തുഭശ്രീപരിഗതവനമാലോരുഹാരാഭിരാമം ശ്രീവത്സാംഗം സുബാഹും മൃദുലസദുദരം കാഞ്ചലച്ഛായചേലം ചാരുസ്നിഗ്ധോരുമംബോരുഹലളിതപദം ഭാവയേഹം ഭവന്തം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ശ്രീനാഥ നാരായണ വാസുദേവ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മോക്ഷാബ്ദിസാരമയ ഭാഗവതാഖ്യദദ്നോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വാ
മായാമയൗഗപരിതപ്തജനായ യോധാത് നാരായണാവനിസുരായ നമോസ്തു തസ്മൈ. ഗംഗാ ഗീതാ ച ഗായത്ര്യപി ച തുളസിക ഗോപികാ ചന്ദനം തത് സാളഗ്രാമാഭിപൂജാ പരപുരുഷ തദൈകാദശി നാമവർണ്ണാഃ ഏതാന്യഷ്ടാപ്യയത്നാന്യൈ കലിസമയേ ത്വൽപ്രസാദപ്രവൃദ്ധ്യാ ക്ഷിപ്രം മുക്തിപ്രദാനീത്യഭിദദുർഷയഃ തേഷു മാം സജ്ജയേതാഃ. പീതാംബരം കരവിരാജിതശങ്കചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഓം നാരായണ. നാരായണ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. ഇരുപത്തിയെട്ടാം ദശകം വായിക്കാം. ഇന്ന് 27 ആവശ്യമില്ല, 28. ലക്ഷ്മി സ്വയംവരം ആണ് നമ്മൾ ഇന്നലെ കണ്ടത്, ആ ഭാഗം. അത് കഴിഞ്ഞിനി ധന്വന്തരി അമൃത കലശവുമായിട്ട് വരുന്ന ഭാഗം, അവസാന ഭാഗം, അതും കൂടി വായിക്കാം. ദശകം 28 ലക്ഷ്മി സ്വയംവരവും അമൃത പ്രാദുർഭാവവും. ഗരളം തരളാനലം പുരസ്താദ് ജലധേരുദ്വിജകാളകാളകൂടം അമരസ്തുതിവാദമോദനിഗ്നോ ഗിരിശസ്തന്നിപപൗ ഭവത്പ്രിയാർത്ഥം. ഹര നമഃ പാർവതീപദയേ. ഹര ഹര മഹാദേവ. വിമദൽ സുസുരാസുരേഷു ജാത സുരഭിസ്താം ഋഷിശൂന്യദാസ്ത്രിധാമൻ ഹയരത്നമഭൂതദേവരത്നം ദ്യുതരുശ്ചാപ്സരസസുരേഷു താനി ജഗദീശ ഭവൽപരാ തദാനീം കമനീയാ കമലാ ബഭൂവ ദേവി അമലാം അവലോക്യയാം വിലോലഃ സകലോപി സ്പൃഹയാം ബഭൂവ ലോകഃ. ത്വയി ദത്തഹൃദേ തദൈവ ദേവ്യൈ ത്രിദശേന്ദ്രോ മണിപീഡികാം വ്യദാരീത് സകലോപഹൃതാഭിഷേചനീയൈഃ ഋഷയസ്താം ശ്രുതിഗിർഭിരഭ്യഷിഞ്ചൻ. അഭിഷേകജലാനുപാതിമുഗ്ധഃ
അഭിഷേക ജലാനുപാതിമുഗ്ധ ത്വദഭംഗൈർ അവഭൂഷിതാംഗവല്ലീം മണികുണ്ടലപീതചേലഹാര പ്രമുഖൈസ്താം അമരാദയോന്വഭൂഷൻ വരണസ്രജമാത്തഭൃംഗനാദം ദദതീസാ കുചകുംഭമന്ദയാനാ പദസിഞ്ചിതമഞ്ജുനൂപുരാ ത്വാം കലിതവ്രീളവിലാസമാസസാദ ഗിരിശദ്രുഹിണാദി സർവദേവാൻ ഗുണഭാജോപ്യവിമുക്തദോഷലേശാൻ അവമൃശ്യ സദൈവ സർവരമ്യേ നിഹിതാ ത്വയ്യനയാപി ദിവ്യമാലാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഉരസാ തരസാ മമാനിധൈനാം ഭുവനാനാം ജനനീം അനന്യഭാവാം ത്വദുരോ വിലസത്തദീക്ഷണ ശ്രീ പരിവൃഷ്ട്യാ പരിപുഷ്ടമാസ വിശ്വം അതിമോഹന വിഭ്രമാതദാനീം മദയന്തി ഖലു വാരുണീ നിരാഗാദ് തമസഃ പദവീം അദാസ്ത്വമേനാം അതിസമ്മാനനയാ മഹാസുരേഭ്യഃ തരുണാംബുധസുന്ദരസ്തദാ ത്വം നനു ധന്വന്തരിരുത്ഥിതോംബുരാശേഃ അമൃതം കലശേ വഹൻ കരാഭ്യാം അഖിലാർത്തിം ഹരമാരുതാലയേശ തരുണാംബുധസുന്ദരസ്തദാ ത്വം നനു ധന്വന്തരിരുത്ഥിതോംബുരാശേഃ അമൃതം കലശേ വഹൻ കരാഭ്യാം അഖിലാർത്തിം ഹരമാരുതാലയേശ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം നാരായണ. അപ്പോൾ 27-ാം ദശകത്തിൽ ദേവാസുരന്മാർ സന്ധി ചെയ്ത് മന്ദരപർവ്വതത്തെ കൊണ്ടുവന്ന് വാസുകിയെ കയറാക്കി പാലാഴി മദനം ആരംഭിച്ചതായിട്ടുള്ള ആ ഭാഗമാണ് കണ്ടത്. ആ ഭാഗം മുഴുവൻ നിറഞ്ഞു നിന്നത് ഭഗവാൻ തന്നെയാണ്. ഓരോ സന്ദർഭത്തിലും ദേവാസുരന്മാർ നിസ്സഹായരായപ്പോൾ ഭഗവാൻ അതിലിടപെടുന്നതും അവരെ താങ്ങുന്നതുമായിട്ടുള്ള മന്ദരപർവ്വതത്തെ കൊണ്ടുകൊടുത്തത് ഭഗവാൻ. മന്ദരപർവ്വതം താഴ്ന്നുപോയപ്പോൾ കൂർമ്മമായി പൊക്കിപ്പിടിച്ചത് ഭഗവാൻ. അത് മുകളിലേക്ക് പൊങ്ങിയപ്പോൾ മുകളിൽ നിന്ന് താഴ്ത്തിപ്പിടിച്ചത് ഭഗവാൻ. ഈ മൂന്ന് കൂട്ടരുടെയും ദേവന്മാരുടെയും അസുരന്മാരുടെയും വാസുകിയുടെയും ഉള്ളിൽ പ്രവേശിച്ചവർക്ക് ശക്തി കൊടുത്തത് ഭഗവാൻ. അത് കഴിഞ്ഞ് സ്വയം ഭഗവാൻ തന്നെ ഒരു പർവ്വതാകാരനായി നിന്നുകൊണ്ട് രണ്ട് ഭാഗത്തേക്കും തൻ്റെ കൈകളെ നീട്ടിക്കൊണ്ട് ആ മഥനം താൻ തന്നെ നേരിട്ട് നടത്തുകയും ചെയ്തു. അതാണ് 27-ാം ശ്ലോകത്തിലെ വിഷയം. എല്ലായിടത്തും ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നു. അതിനുശേഷം ഈ 28-ാം ദശകത്തിൽ 1-ാം ശ്ലോകത്തിൽ തന്നെ ആ പാലാഴി മഥനം തുടർന്നതായിട്ട് സമയത്ത് ആദ്യം വന്നത് കാളകൂടവിഷം ആയിരുന്നു. ആ കാളകൂടവിഷത്തിൽ നിന്ന് ദേവാസുരന്മാർ ഭയപ്പെട്ട് ജീവനും കൊണ്ട് ഓടിപ്പോയി. ദേവന്മാർ കൈലാസത്തിൽ ചെന്ന് മഹാദേവനെ പുരുഷസൂക്ത സമാനമായ സ്തുതി കൊണ്ട് സ്തുതിച്ചു. ഭഗവാൻ പ്രീതനായി പാർവതീദേവിയോട് പറഞ്ഞു, സാധുരക്ഷണമാണ്, ദീനരക്ഷണമാണ് പ്രഭുക്കളുടെ കർത്തവ്യം. അതുകൊണ്ട് ഞാൻ പോവുകയാണ്, ഇവരെ രക്ഷിക്കാൻ, വിഷം കുടിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഭഗവാന്റെ പ്രഭാവം അറിയുന്ന ദേവി അന്വമോദത എന്ന് ഭാഗവതം പറഞ്ഞു, അനുമോദിച്ചു. അങ്ങനെ ഭഗവാൻ ആ പലാഴിയിൽ വന്ന് രണ്ട് കൈകൊണ്ടും ആ ഹലാഹലം എന്ന കാളകൂട വിഷത്തെ കൈകളിലെടുത്തു.
അമൃതം കുടിക്കുന്ന ലാഘവത്തോടെ ഭഗവാൻ കുടിച്ചു. ഈ ആശയത്തെ ആദിശങ്കര ഭഗവത്പാദർ ശിവാനന്ദ ലഹരിയിൽ ചോദിക്കുന്നുണ്ട്, എന്താ വിചാരിച്ചതെന്ന്. വല്ല ഞാവൽപ്പഴമാണെന്നോ വിചാരിച്ചത്? വിഷത്തിൻ്റെ നിറം ഞാവൽപ്പഴത്തിൻ്റെ നിറമാണ്. അപ്പൊ ജംബൂബലം, പക്വ ജംബൂബലം കിം, ജംബൂബലം എന്ന് കരുതിയിട്ടാണോ കഴിച്ചത്? അതോ സിദ്ധ ഗുളിക എന്ന് വിചാരിച്ചുവോ? എന്ന് പറഞ്ഞാൽ വല്ല ആയുർവേദ ഗുളികയാണെന്നോ വിചാരിച്ചത്? അതോ കണ്ടത്തിൽ അണിയാനുള്ള വല്ല രത്നമാണെന്ന് കരുതിയിട്ടാണോ കണ്ടത്തിൽ അണിഞ്ഞത്? എന്താ അങ്ങ് കരുതിയത്? എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇങ്ങനെയൊക്കെയാണെന്നാ തോന്നണം അങ്ങയുടെ ഭാവം കാണുമ്പോൾ. അത്ര ലാഘവത്തോട് കൂടിയിട്ടാണ്, വല്ല ഞാവൽപ്പഴം തിന്നുന്ന ലാഘവത്തോടെ അങ്ങ് അതിനെ സേവിച്ചു കളഞ്ഞു. അല്ലെങ്കിൽ വല്ല സിദ്ധ ഗുളിക വിഴുങ്ങുന്നത് പോലെയാണ് അങ്ങ് വിഴുങ്ങിയത്. അത് കഴിഞ്ഞ് അത് അങ്ങയുടെ കണ്ഠഭൂഷണമായി കഴുത്തിൽ കെട്ടിയ ഒരു മണി രത്നം പോലെ തൂങ്ങി അവിടെ നിറം പ്രകാശിച്ചു നിന്നു. അപ്പോൾ അത് അങ്ങേക്കേ സാധിക്കുള്ളൂ കേട്ടോ. അങ്ങ് അത്രയും ശക്തനുമാണ്, അത്രയും കരുണാമൂർത്തിയുമാണ്. അതാണ് അങ്ങയുടെ മഹിമ എന്ന് പറഞ്ഞ് ആചാര്യ ഭഗവത്പാദര് ശിവാനന്ദ ലഹരിയിൽ ഈ കാളകൂടം കഴിച്ചതിനെ കുറിച്ച് പല രസകരമായിട്ടുള്ള ശ്ലോകങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ ചെയ്ത ലീല, അത്ഭുതമായിട്ടുള്ള ലീല. കാളകൂടം ഭുജിച്ച് അതിൻ്റെ ശക്തി കൊണ്ട് തൻ്റെ കണ്ടം പോലും നീലവർണ്ണമായി മാറി. അത് അദ്ദേഹം അലങ്കാരമാക്കി മാറ്റി, സാധുഭൂഷണമാക്കി മാറ്റി. അങ്ങനെ അതിനെ എല്ലാവരും പ്രശംസിച്ചു. പാർവതീദേവിയും മഹാവിഷ്ണുവും ദേവന്മാരും ബ്രഹ്മദേവനും എല്ലാം പ്രശംസിച്ചു എന്ന് ഭാഗവതത്തിൽ കണ്ടു നമ്മൾ. അതിനുശേഷം മദനം തുടർന്നതായിട്ട് സമയത്ത് സുരഭി എന്ന കാമധേനുണ്ടായി. അതിനെ ഋഷിമാർക്ക് കൊടുത്തു. ഉച്ചൈസ്രവസ് എന്ന ഹയരത്നമുണ്ടായപ്പോൾ മഹാബലി അതിലെ ആഗ്രഹം പ്രകടിപ്പിച്ചു. അത് അദ്ദേഹത്തിന് കൊടുത്തു. പാരിജാതം അഥവാ കൽപ്പവൃക്ഷമുണ്ടായി, അപ്സരസ്സുകളുണ്ടായി. അതിനെയെല്ലാം ദേവന്മാരും എടുത്തു. അത് കഴിഞ്ഞ്, അല്ലയോ ജഗദീശ, അങ്ങയുടെ പിരിയാത്തവളായ തൽപരയായ ദേവി കമലാദേവി അപ്പോൾ അവിടെ ആവിർഭവിച്ചു. ആ സുന്ദരിയെ കണ്ടിട്ട് എല്ലാവരും കൊതിച്ചു. എന്നാലോ അവളാകട്ടെ അങ്ങയിൽ തന്നെ മനസ്സുറപ്പിച്ചവളാണ്. ആ ദേവിയെ എല്ലാവരും കൂടി സൽക്കരിച്ച് പൂജിച്ച് ഇന്ദ്രൻ സിംഹാസനം കൊടുത്തു, സമുദ്രം പീതവസ്ത്രം കൊടുത്തു, വരുണൻ വലിയ വൈജയന്തി മാല കൊടുത്തു, അതുപോലെ വിശ്വകർമാവ് ആഭരണങ്ങളെ നിർമ്മിച്ചു കൊടുത്തു, സരസ്വതീ ദേവി ഒരു പത്മഹാരം കൊടുത്തു, ഒരു ഹാരം കൊടുത്തു, ഒരു താമരയെ ബ്രഹ്മദേവൻ കൊടുത്തു, നാഗങ്ങൾ ദേവിക്ക് 2 കുണ്ടലങ്ങൾ കൊടുത്തു. ഇങ്ങനെ ഓരോരുത്തരും ദേവിയെ സമ്മാനിച്ച് ഋഷിമുനിമാര് മന്ത്രങ്ങൾ ചൊല്ലി ദേവിക്ക് അഭിഷേകം ചെയ്തു. അഭിഷേകം നടക്കുമ്പോൾ ഭഗവാൻ കടക്കൺ കൊണ്ട് ദേവിയെ കടാക്ഷിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ആ ഭഗവാന്റെ കടാക്ഷം കൊണ്ടും അഭിഷേകം കൊണ്ടും അലങ്കരിക്കപ്പെട്ടതായിട്ടുള്ള ദേവി പിന്നീട് ആഭരണാദികളൊക്കെ ധരിച്ച് ദേവന്മാരാൽ സൽക്കരിക്കപ്പെട്ടവളായിട്ട് വരണമാല്യവും കയ്യിൽ ധരിച്ചുകൊണ്ട് മന്ദമായി ഇവരുടെയൊക്കെ ഇടയിലൂടെ സഞ്ചരിച്ചു. ആരാണ് യോഗ്യനെന്ന് തെരഞ്ഞ് നോക്കുകയായിരുന്നു. സംശയമൊന്നുമില്ല ദേവിക്ക്. എങ്കിലും ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടി ഒന്ന് കാണിച്ചു. അപ്പോൾ ഓരോരുത്തരും എന്നെ വരിച്ചോളൂ എന്ന മട്ടില് ദേവിയുടെ അടുത്തേക്ക് തലയും നീട്ടി മുമ്പിൽ നിന്നു. പക്ഷേ അവരൊക്കെ ഗുണങ്ങളുള്ളവരൊക്കെ ആണെങ്കിലും അവരിൽ ഏതെങ്കിലും ദോഷങ്ങൾ ഇല്ലാതിരുന്നില്ല. ആ ദോഷങ്ങൾ കണ്ട് മഹാലക്ഷ്മി അവരെ ഉപേക്ഷിച്ചു. എന്നിട്ടോ ഒരു ദോഷവുമില്ലാത്ത സർവഗുണങ്ങളുടെയും വിളനിലമായ ഭഗവാനെ അങ്ങയുടെ നേരെ, അങ്ങയുടെ കഴുത്തിൽ വന്ന് ആ വരണമാല്യത്തെ ചാർത്തി. അവമൃശ്യ സദൈവ സർവരമ്യേ നിഹിതാ ത്വയി അനയാ അപി ദിവ്യമാല. അനയാ മഹാലക്ഷ്മിയാ ദിവ്യമാല ത്വയി നിഹിത. ഗുരുവായൂരപ്പ അങ്ങയുടെ മേലെ നിക്ഷേപിച്ചു. അങ്ങനെ ആ ലക്ഷ്മി അങ്ങയെ സ്വീകരിച്ചപ്പോൾ
അങ്ങ് ലക്ഷ്മിക്കും ഉത്തമമായിട്ടുള്ള സ്ഥാനം കൊടുത്തു. അങ്ങയുടെ മാറിടത്തിൽ ശ്രീവത്സം എന്ന മറുകിൽ ലക്ഷ്മി നിവാസമാക്കി ചെയ്തു. ഉരസ തരസ മമാനിദൈനാം ഭുവനാനാം ജനനീം അനന്യഭാവാം ത്വദുരോ വിലസത്തദീക്ഷണ ശ്രീ പരിഭൃഷ്ട്യ പരിപുഷ്ടമാസ വിശ്വം. ഇപ്പൊ ഭഗവാനും അവളെ ഏനാം മമാനിത എന്ന് പറഞ്ഞാൽ മാനിച്ചു. എവിടെ? ഉരസ തരസ, ഉടനെ തന്നെ തന്റെ മാറോട് ചേർത്ത് മാറിടത്തിൽ വെച്ചുകൊണ്ട് ബഹുമാനിച്ചു. ഭുവനങ്ങളുടെ മുഴുവൻ മാതാവും ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് വേറൊന്നിനെ ഹൃദയത്തിൽ ധ്യാനിക്കാത്തവളുമായിട്ടുള്ള ആ ദേവിയെ മാറത്തിരുത്തിയപ്പോഴോ ആ ദേവി അവിടെ ഇരുന്നു കൊണ്ട് എല്ലാവരെയും കടാക്ഷിച്ചു. ആ ദേവിയുടെ കടാക്ഷം കൊണ്ട് വിശ്വം മുഴുവൻ പരിപുഷ്ടിയെ പ്രാപിച്ചു. ത്വദുരോ വിലസത്തദീക്ഷണ ശ്രീ പരിഭൃഷ്ട്യ പരിപുഷ്ടമാസ വിശ്വം. ആ ഭഗവാന്റെ മാറിലിരുന്നു കൊണ്ട് ലക്ഷ്മി ദേവി വിശ്വത്തെ കടാക്ഷിച്ചപ്പോൾ വിശ്വം പോഷിപ്പിക്കപ്പെട്ടു, സർവ ഐശ്വര്യ പരിപൂർണമായി തീർന്നു എന്നർത്ഥം. ഇനി അതിനുശേഷം പാലാഴി മദനം തുടർന്നു. എന്താണ് ഉണ്ടായത് എന്ന് തുടർന്ന് പറയുകയാണ് അടുത്ത ശ്ലോകങ്ങൾ. 9-ാമത്തെ ശ്ലോകം, ദശകം 28-ലെ 9-ാം ശ്ലോകം. നാരായണ. അതിമോഹന വിഭ്രമാതദാനീം മദയന്തി ഖലു വാരുണീ നിരാഗാദ് തമസഃ പദവീം അദാസ്ത്വമേനാം അതിസമ്മാനനയാ മഘാസുരേഭ്യഃ. അതിമോഹന വിഭ്രമാതദാനീം മദയന്തി ഖലു വാരുണീ നിരാഗാദ് തമസഃ പദവീം അദാസ്ത്വമേനാം അതിസമ്മാനനയാ മഹാസുരേഭ്യഃ. അതിമോഹന വിഭ്രമാ തദാനീം മദയന്തി ഖലു വാരുണീ നിരാഗാദ്. തദാനീം, തദാനീം എന്ന് പറയുമ്പോൾ അപ്പോൾ, എപ്പോൾ? മദനം തുടർന്നപ്പോൾ, പാലാഴി മദന പ്രക്രിയ തുടർന്നുകൊണ്ടിരുന്നപ്പോൾ. തദാനീം അതിമോഹന വിഭ്രമാ മദയന്തി വാരുണി നിരാഗാദ് കലു. നിരാഗാദ് എന്ന് പറഞ്ഞാൽ നിർഗമിച്ചു. നിഹി പ്ലസ് അഗാദ്, നിരാഗാദ്, പുറത്തേക്ക് വന്നു എന്നർത്ഥം. എവിടുന്ന്? ആ സമുദ്രത്തിൽ നിന്ന്, പാലാഴിയിൽ നിന്ന് നിർഗമിച്ചു വന്നു. എന്താണ്? വാരുണി. വാരുണി എന്നാൽ ഒരു മദ്യമാണ്. സമുദ്രത്തിൽ നിന്ന് ഭവിക്കുന്ന വരുണനിൽ നിന്ന് ഭവിക്കുന്നതായിട്ടുള്ള മദ്യം വാരുണി എന്ന് പറയുന്നതായിട്ടുള്ള മദ്യം. അതെങ്ങനെയുള്ളത്? അതിമോഹന വിഭ്രമ. അതിമോഹന വിഭ്രമ എന്ന് പറഞ്ഞാൽ മോഹിപ്പിക്കുകയും വിഭ്രമിപ്പിക്കുകയും ചെയ്യുന്ന, സേവിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും മോഹിപ്പിക്കും, വിഭ്രമിപ്പിക്കും, എല്ലാം മറപ്പിക്കും, എന്തെന്നില്ലാത്തൊരു ഉന്മാദാവസ്ഥയെ പ്രാപിപ്പിക്കും. അങ്ങനെയുള്ള ആ ഒരു രൂപമായിട്ട് ഈ മദ്യം, വാരുണി എന്ന് പറയുന്ന മദ്യം ഒരു രൂപവതിയായിട്ട് വന്നു, ഒരു ദേവിയെ പോലെ വന്നു എന്നർത്ഥം. ഒരു സുന്ദരിയായിട്ടുള്ള സ്ത്രീയായിട്ട് തന്നെ വന്നു. വാരുണി ദേവി എന്ന് വിളിക്കാം. വാരുണി ദേവിയായിട്ട് സ്വയം വാരുണി എന്ന മദ്യം വന്നതാണ്. അവളെ സേവിച്ചു കഴിഞ്ഞാൽ ബോധമില്ലാതാവും, അത്രയേ ഉള്ളൂ. മായ തന്നെയാണ്. അപ്പൊ മായയാൽ തമസഃ പദവി, തമസിന്റെ പദവിയാണ്, തമസിന്റെ ഇരിപ്പിടമാണ്, തമോമൂർത്തിയാണ്, മൂഢതയുടെ സ്രോതസ്സാണ്. അങ്ങനെയുള്ള തമസപദവിയും ഏനാം ത്വം അദാഹ. അദാഹ എന്ന് പറഞ്ഞാൽ കൊടുത്തു. ആര് കൊടുത്തു? ഭഗവാൻ കൊടുത്തു. ആർക്കായി കൊണ്ട് കൊടുത്തു? മഹാ അസുരേഭ്യ. മഹാസുരേഭ്യ, സുരേഭ്യ എന്നല്ല, അസുരേഭ്യ. എന്തുകൊണ്ട്? അതിസമ്മാനനയാ. അതിസമ്മാനനയാ എന്ന് പറഞ്ഞാല് അസുരന്മാർക്കാണ് ഈ വാരുണിയോട് എന്തെന്നില്ലാത്ത ബഹുമാനം.
അസുരന്മാർക്കാണ് താല്പര്യം കൂടുതൽ മദ്യത്തോട്. അപ്പോൾ വാരുണീ ദേവിയുടെ പുറകെ അസുരന്മാർ കൊതി കാണിച്ചു. അപ്പോൾ ഭഗവാനും വളരെ ഭവ്യതയോട് ദേവന്മാരോട് പറഞ്ഞു, അത് അവർക്ക് കൊടുക്കൂ, അവർ സന്തോഷിക്കട്ടെ, അവർക്കാണ് അതിൽ കൂടുതൽ താല്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് അതിസമ്മാനനയാ നല്ലതുപോലെ ബഹുമാനപൂർവം മഹാസുരേഭ്യ അദാഹ ആ മഹാ അസുരന്മാർക്കായിക്കൊണ്ട് അങ്ങ് കൊടുത്തു എന്ന്. അപ്പോൾ ആ വാരുണിയിൽ കൊതിയുള്ളവർ അസുരന്മാരായിരുന്നു, അവർക്ക് വളരെ സന്തോഷമായിട്ട് കൊടുത്തു. ആരും അവകാശികൾ ഉണ്ടായില്ല. ദേവന്മാർ ഞങ്ങൾക്ക് വേണമെന്നൊന്നും പറഞ്ഞില്ല, വേറെ ആരും മത്സരത്തിനുണ്ടായില്ല. അതുകൊണ്ട് അസുരന്മാർക്ക് കൊടുത്തു. അങ്ങനെ അസുരന്മാർ ആ മദിരാപാനം ചെയ്തു. വാരുണി എന്ന മദ്യപാനം ചെയ്ത് മത്തരായി എന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ബോധമില്ലാത്തത്, എന്താ ചെയ്യേണ്ടത് എന്നറിയാത്തത്. അപ്പം അടുത്തത് എന്താണ്? ഇനി ധന്വന്തരി മൂർത്തി അമൃത കലശവുമായിട്ട് വരികയാണ്. അപ്പോൾ ഈ മത്തന്മാരായിട്ടുള്ള അസുരന്മാർ ഭഗവാനാണ് ഇതെല്ലാം ചെയ്തത്, ഭഗവാന്റെ സമ്മതം മേടിക്കണം, എന്നിട്ട് വേണം അമൃതം കഴിക്കാൻ എന്ന് വിചാരിക്കാതെ, ഭഗവാനോട് സമ്മതം പോലും ചോദിക്കാതെ അമൃത കലശത്തെ തട്ടിയെടുത്ത് കടന്നു കളയുന്നതാണ് കാണുന്നത്. അപ്പം അതിന് കാരണം എന്താ? ഇവർ ഈ വാരുണി കുടിച്ച് മായാമോഹിതരായി എന്നർത്ഥം. ഭഗവാന്റെ മായ തന്നെയാണ് ആ വാരുണി. അപ്പോൾ ആ വാരുണിയെ പാനം ചെയ്ത് കള്ളു കുടിച്ച് മത്തന്മാരായി, എല്ലാം മറന്നു, ധർമ്മം മറന്നു, ദേവന്മാർക്ക് കൊടുക്കണമെന്നുള്ള വിചാരമില്ലാതായി. അമൃതം വന്നപ്പോൾ സ്വയം സ്വാർത്ഥത കൊണ്ട് ഇത് ഞങ്ങൾക്ക് മാത്രം എന്ന് കരുതുന്നു. അപ്പം ഇതിനൊക്കെ കാരണം ആ വാരുണി തന്നെ, മായയാകുന്ന വാരുണി കുടിച്ചു അവർ. അടുത്ത ശ്ലോകം. തരുണാംബുദ സുന്ദരസ്തദാത്വം നനു ധന്വന്തരിരുദ്ധിതോംബുരാശേ അമൃതം കലശേ വഹൻ കരാഭ്യാം അഖിലാർത്തിം ഹരമാരുതാലയേശ. തരുണാംബുദ സുന്ദരസ്തദാത്വം നനു ധന്വന്തരി ഉത്തിദോംബുരാശേ അമൃതം കലശേ വഹൻ കരാഭ്യാം അഖിലാർത്തിം ഹരമാരുതാലയേശ. ആ മദനം തുടർന്നു. മദനം തുടർന്നപ്പോൾ തരുണാംബുദ സുന്ദര, തരുണാംബുദ സുന്ദര, അംബുദം മേഘം, തരുണാംബുദം നല്ല ഇളം മേഘം, പുതിയ മേഘം എന്നൊക്കെ അർത്ഥം, നല്ല കാർമേഘം. ആ കാർമേഘം പോലെ സുന്ദര, കറുത്ത സുന്ദരനായിരിക്കുന്ന ത്വം ഗുരുവായൂരപ്പ അങ്ങ്. തഥാ അപ്പോൾ നനു ധന്വന്തരിഹി ഉത്തിതോ അംബുരാശേഹെ, അംബുരാശേഹെ അംബുരാശിയിൽ നിന്ന്, ആ ജലരാശിയിൽ നിന്ന് അങ്ങ് ഉത്ഥാനം ചെയ്തു. ഏത് പേരില്, ഏത് രൂപത്തില്? ധന്വന്തരി, ധന്വന്തരി മൂർത്തിയായിട്ട് അങ്ങ് ഉത്ഥാനം ചെയ്തു ആ അംബുരാശിയിൽ നിന്ന്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. എങ്ങനെയാണ് വന്നത്? അമൃതം കലശേ വഹൻ കരാഭ്യാം, കരാഭ്യാം കലശേ അമൃതം വഹൻ. രണ്ട് കൈകളിലും കരങ്ങളെ കൊണ്ട് അമൃതം വഹൻ, കലശത്തിൽ അമൃതത്തെ വഹിച്ചുകൊണ്ടാണ് ആ ധന്വന്തരി മൂർത്തി അവിടെ നിന്ന് പൊങ്ങി വന്നത്. നല്ല കറുത്ത കാർമേഘ വർണ്ണനായിട്ട് സുന്ദരനായിട്ട് വന്നു. അങ്ങനെയുള്ള അമൃത കലശവുമായിട്ട് വന്ന ഗുരുവായൂരപ്പ, മാരുതാലയേശ വായുപുരേശ, മമ അഖിലാർത്തിം ഹര, എൻ്റെ എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിച്ചാലും. അങ്ങ് ദേവന്മാരുടെ ആർത്തിയെ കളയാനാണല്ലോ അങ്ങ് ധന്വന്തര മൂർത്തിയായിട്ട് അമൃത കലശവുമായിട്ട് വന്നത്. അപ്പം അതുപോലെ എനിക്കും ആ ധന്വന്തര മൂർത്തിയായി അനുഗ്രഹിച്ചാലും, വൈദ്യനാഥനായി എൻ്റെ വാതരോഗത്തെ തീർത്തു തന്നാലും എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കണം. അഖിലാർത്തി ഹരമാരുതാലയേശ. തരുണാംബുദ സുന്ദരസ്തദാത്വം നനു ധന്വന്തരിരുത്തിതോംബുരാശേ അമൃതം കലശേ വഹൻ കരാഭ്യാം
അഖിലാർത്തിം ഹരമാരുദാലയേശാം. ശ്രീമദ് ഭാഗവതത്തിൽ 31 ശ്ലോകം, ഇതിൽ 8-ാം അധ്യായത്തിൽ, അഷ്ടമസ്കന്ധം 8-ാം അധ്യായത്തിൽ 31 ശ്ലോകത്തിലാണ് ഈ ധന്വന്തരി മൂർത്തിയുടെ അവതാരത്തെക്കുറിച്ച് ആരംഭിക്കുന്നത്. 35-ാം ശ്ലോകത്തിലാണ് ധന്വന്തരി അവതാരത്തെക്കുറിച്ച് പറയുന്നത്. ആ ഭാഗം ഒന്ന് നോക്കാം, കുറച്ച് ഭാഗം. അധോദതേർമത്യമാനാത് കാശ്യപൈർ അമൃതാർത്ഥിഭിഃ ഉദതിഷ്ഠൻ മഹാരാജ പുരുഷഃ പരമാദ്ഭുതഃ ദീർഘപീവരദോർദണ്ഡഃ കമ്പുഗ്രീവോ അരുണേക്ഷണഃ ശ്യാമളസ്തരുണസ്രഗ്വീ സർവാഭരണഭൂഷിതഃ പീതവാസാ മഹോരസ്കഃ സുമൃഷ്ടമണികുണ്ടലഃ സ്നിഗ്ധകുഞ്ചിതകേശാന്തഃ സുഭഗഃ സിംഹവിക്രമഃ അമൃതാപൂർണകലശം ബിഭ്രദ്വലയഭൂഷിതഃ സ വൈ ഭഗവതഃ സാക്ഷാത് വിഷ്ണോരംശാംശസംഭവഃ ധന്വന്തരിരിഖ്യാതഃ ആയുർവേദദൃഗ്ജ്യഭാഗം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അവിടെയാണ് അവതാരം പറയുന്നത്. അപ്പൊ എങ്ങനെയൊക്കെയാണ്? അത ഉദതേർ മധ്യമാനാത് കാശ്യപൈർ അമൃതാർത്തിഭിഃ. അമൃതാർത്തിഭിഃ കാശ്യപൈഃ. അമൃതം അർത്തിച്ചുകൊണ്ടുള്ള കാശ്യപന്മാരാൽ, കശ്യപ പ്രജാപതിയുടെ മക്കളാണ് രണ്ടു കൂട്ടരും. ദിതിയുടെ മക്കളും അതിഥിയുടെ മക്കളും രണ്ടുപേരും കശ്യപ പ്രജാപതിയുടെ മക്കളാണ്. അവര് മധ്യമാനാത് ഉദതേഹേ, അവരാൽ മതിക്കപ്പെടുന്നതായിട്ടുള്ള ഉദതിയിൽ നിന്ന്, ആ സാഗരത്തിൽ നിന്ന്, ഉദതിഷ്ഠത് മഹാരാജ പുരുഷഃ പരമാദ്ഭുത. അല്ലയോ പരീക്ഷിത്ത് മഹാരാജാവേ, ഒരു പരമ അത്ഭുതനായിട്ടുള്ള ഒരു പുരുഷൻ ഉദതിഷ്ഠത്. ഉദതിഷ്ഠത് ഉത്ഥാനം ചെയ്തു, പൊങ്ങി വന്നു എന്നർത്ഥം. അപ്പോൾ ഒരു പുരുഷൻ പൊങ്ങി വന്നു, അത്ഭുതനായിട്ടുള്ളൊരു പുരുഷൻ. എങ്ങനെയുള്ള പുരുഷൻ? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ രൂപം? ദീർഘപീവരദോർദണ്ഡഃ, നല്ല ദീർഘങ്ങളായ വലിയ നീണ്ട കൈകൾ, പീവരം എന്ന് പറഞ്ഞാൽ തടിച്ചുരുണ്ടത്. അപ്പോൾ ദീർഘങ്ങളും തടിച്ചുരുണ്ടതുമായിട്ടുള്ള വലിയ കൈത്തണ്ടകളോടുകൂടിയവനും ദോർദണ്ഡം എന്നാൽ കൈത്തണ്ട. കമ്പുഗ്രീവോ അരുണേക്ഷണ. കമ്പുഗ്രീവം എന്ന് പറഞ്ഞാൽ ശംഖ് പോലെ പിരികളുള്ളതായിട്ടുള്ള, വലികളുള്ളതായിട്ടുള്ള കഴുത്തോടുകൂടിയവനും, അരുണേക്ഷണ ചുവന്ന കണ്ണുകളോടുകൂടിയവനും, ശ്യാമള തരുണ നല്ല ശ്യാമള വർണ്ണം എന്ന് വെച്ചാൽ മേഘശ്യാമ വർണ്ണത്തോടു കൂടിയവനായിട്ട്, തരുണ നല്ല യുവ ഭാവത്തോടു കൂടിയിട്ട്, സ്രഗ്വീ നല്ലൊരു മാല ധരിച്ചിട്ടുണ്ട്, വനമാല ധരിച്ചിട്ടുണ്ട്, സർവാഭരണ ഭൂഷിത എല്ലാ ആഭരണങ്ങളും ധരിച്ചിട്ടുണ്ട്, പീതവാസ മഹോരസ്ക മഞ്ഞപ്പട്ടാണ് ഉടുത്തിരിക്കുന്നത്, വലിയ വിശാലമായിട്ടുള്ള മാറിടത്തോടു കൂടിയവനായിട്ട്, രത്നകുണ്ടലങ്ങൾ കാതിൽ ധരിച്ചിട്ടുണ്ട്, സുമൃഷ്ട മണികുണ്ടല സ്നിഗ്ധ കുഞ്ചിത കേശാന്ത നല്ല എണ്ണമയമുള്ളത്, സ്നിഗ്ധം, കുഞ്ചിതം വളഞ്ഞത്, ചുരുണ്ടതുമായിട്ടുള്ള കേശാന്തം, മുടിയുടെ അറ്റം നല്ല മൃദുവായതും എണ്ണമയമുള്ളതും ചുരുണ്ടതുമായിട്ടുള്ള നല്ല തലമുടി, സുഭഗ നല്ല എന്താ പറയുക സുന്ദരനായിരിക്കുന്നവൻ, എല്ലാ സൗഭാഗ്യ ലക്ഷണങ്ങളും തികഞ്ഞവൻ, സിംഹവിക്രമ സിംഹത്തെ പോലെ പരാക്രമമുള്ളവനുമായിട്ടുള്ള, അമൃതാപൂർണ കലശം ബിഭ്രത് വലയഭൂഷിത അമൃത ആപൂർണ കലശം, അമൃതം നിറഞ്ഞിരിക്കുന്നതായിട്ട് കലശം, ബിഭ്രത് കയ്യിൽ ധരിച്ചിട്ടുണ്ട്, വലയഭൂഷിത കയ്യിലൊക്കെ വളകളൊക്കെ ധാരാളം ധരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവൻ ആരാണ്? സവൈ ഭഗവത സാക്ഷാത് വിഷ്ണോരംശാംശ സംഭവ.
വിഷ്ണുവിൻ്റെ അംശാംശമായി സംഭവിച്ച ആ ഭഗവാന്റെ ആയുർവേദത്തിൻ്റെ ദൃക്ക് എന്ന് പറഞ്ഞാൽ ദ്രഷ്ടാവ്, ആയുർവേദം എന്ന ദർശനത്തിൻ്റെ ഉപജ്ഞാതാവ്, ആയുർവേദ ആചാര്യൻ. ആയുർവേദം എന്ന വേദത്തെ, പഞ്ചമവേദത്തെ അല്ലെങ്കിൽ ഉപവേദത്തെ, ഋഗ്വേദത്തിൻ്റെ ഉപവേദമാണ് ആയുർവേദം. ആ ആയുർവേദത്തിൻ്റെ ഋഷി അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥൻ, അതിൻ്റെ ഉപജ്ഞാതാവ്, അതിൻ്റെ ദേവത എല്ലാം ആണ് ഈ ധന്വന്തരി. ആയുർവേദ ദൃക്ക് ഇജ്യബാക്ക്. ഇജ്യബാക്ക് എന്ന് പറഞ്ഞാൽ യജ്ഞത്തിൽ അംശം, യജ്ഞത്തിൽ ഭാഗമുള്ളവൻ എന്ന് പറഞ്ഞാൽ വലിയ യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ നടത്തുമ്പോൾ എല്ലാ ദേവന്മാരുടെ കൂട്ടത്തിലും ആ ധന്വന്തരിക്കും ഒരു സ്ഥാനം കൽപ്പിച്ച് യജ്ഞാംശം കൊടുക്കണം എന്നർത്ഥം. യാഗത്തിൻ്റെ ഒരു അംശം അദ്ദേഹത്തിനും സമർപ്പിക്കണം. യജ്ഞഭാഗമുള്ളവൻ 33 ദേവന്മാരുടെ കൂട്ടത്തിൽ ഇദ്ദേഹത്തിനും യജ്ഞത്തിൽ അർഹതയുണ്ട്. ഇജ്യബാക്ക്. അങ്ങനെയുള്ള അദ്ദേഹം തം ആലോക്യ അസുരാ സർവേ കലശം ച അമൃതാമൃതം ലിപ്സന്ത സർവവസ്തൂനി കലശം തരസാ അഹരൻ. പണി കഴിഞ്ഞു അവരുടെ. എന്താണ്? തം ആലോക്യ അസുരാ സർവേ, അവനെ കണ്ടിട്ട് സർവ അസുരന്മാരും കലശം ച അമൃതാമൃതം, അമൃതം നിറഞ്ഞിരിക്കുന്ന കലശത്തെയും കണ്ടിട്ട് സർവവസ്തൂനി ലിപ്സന്ത, എന്തിലും കൊതിയുള്ള ആളുകളാണ് ഇവര് അസുരന്മാര്. അപ്പൊ എല്ലാം കൊതിക്കുന്നവരായിട്ട് ആ അസുരന്മാരെന്ത് ചെയ്തു? കലശം തരസാ അഹരൻ. തരസ, പെട്ടെന്ന് തന്നെ ആ കലശത്തെ ഹരിച്ചെടുത്തു, പിടിച്ചെടുത്ത് ഓടിപ്പോയി കഴിഞ്ഞു. അവര് ചോദിച്ചൊന്നുമില്ല ആരോടും. ഭഗവാൻ വിഷ്ണുവിനോട് ചോദിച്ചില്ല, ധന്വന്തരി മൂർത്തിയോട് ആർക്കാ കൊടുക്കേണ്ടതെന്ന് സമ്മതം ചോദിച്ചില്ല, ദേവന്മാരോട് ചോദിച്ചില്ല ഞങ്ങൾ മേടിച്ചോട്ടെ എന്ന്. ഒരാളുടെയും സമ്മതം കൂടാതെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞ് ചാടി വീണ് ധന്വന്തരി മൂർത്തിയുടെ ഇന്ന് കലശത്തെ തട്ടിപ്പറിച്ചുകൊണ്ട് അവരോടി എന്നർത്ഥം. കലശം തരസാ അഹരൻ. അങ്ങനെ നിയമാനേ അസുരൈ തസ്മിൻ കലശേ അമൃതഭാജനെ വിഷണ്ണ മനസോ ദേവ ഹരിം ശരണമായയുഹു. തസ്മിൻ കലശേ അമൃതഭാജനെ, ആ കലശം, അമൃതപാത്രമായ കലശം അസുരൈഹി നിയമാനേ സതി, അസുരന്മാരാൽ നയിക്കപ്പെട്ടപ്പോൾ, കൊണ്ടുപോയപ്പെട്ടപ്പോൾ വിഷണ്ണ മനസഹ ദേവാ, ദേവന്മാരെല്ലാം വിഷണ്ണ മനസ്സരായി. ചെയ്ത പണിയൊക്കെ വെള്ളത്തിലായി, വൃഥാവിലായി, ഉദ്ദേശിച്ചത് കിട്ടിയില്ല. തങ്ങൾക്ക് ശക്തി ഉണ്ടാവാനും തങ്ങളുടെ ഐശ്വര്യം നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ പെടാപ്പാടൊക്കെ പെട്ടത്. എന്നാൽ ഇപ്പോ ആരാണത് അടിച്ചോണ്ട് പോയത്? അസുരന്മാരടിച്ചോണ്ട് പോയി. അപ്പൊ തങ്ങൾക്ക് കിട്ടിയതുമില്ല, ശത്രുക്കൾ ശക്തന്മാരായി തീരുകയാണ്. ഇനി ആകെ ദേവന്മാര് മനസ്സ് വിട്ടു. വിഷണ്ണ മനസോ ദേവാ ഹരിം ശരണമായയുഹു. അവർക്ക് അതേ അറിയുള്ളൂ. ആകെ ഏത് ആപത്ത് വന്നാലും ഹരിയെ ചെന്ന് ശരണം പ്രാപിക്കും, ഭഗവാനെ ശരണം പ്രാപിക്കും. അങ്ങനെ അവർ ഭഗവാനെ ശരണം പ്രാപിച്ചു. ഇതി തദ്ദൈന്യം ആലോക്യ ഭഗവാൻ ഭൃത്യകാമകൃത് മാ ഖിദ്യതമിതോർത്തം വഹ സാധയിഷ്യേ സ്വമായയാം. ഇതി തദ്ദൈന്യമാലോക്യ ഭഗവാൻ, ആ ഭഗവാൻ ഇപ്രകാരം അവരുടെ ആ ദൈന്യത്തെ കണ്ടിട്ട് ഭൃത്യകാമകൃത്ത്, ആ ഭൃത്യന്മാരായ ദേവന്മാരുടെ ആഗ്രഹത്തെ സാധിച്ചു കൊടുക്കുന്നവനാണ് ഭഗവാൻ. അപ്പൊ ദേവന്മാരുടെ ആഗ്രഹത്തെ സാധിച്ചു കൊടുക്കുന്ന ഭഗവാൻ അവരോട് പറഞ്ഞു, മാ ഖിദ്യത, ഖേദിക്കേണ്ട, പേടിക്കേണ്ട, വിഷമിക്കേണ്ട, ഇപ്പൊ ശരിയാക്കി തരാം, എല്ലാറ്റിനും വഴിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, മാ ഖിദ്യത വഹ അർത്ഥം സാധയിഷ്യേ സ്വമായയ, ഞാൻ നിങ്ങൾക്ക് കാര്യം സാധിച്ചു തരാം എൻ്റെ മായ കൊണ്ട്, അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. മിതഹ എന്ന് പറയുന്നുണ്ട്. മിതഹ എന്ന് പറയുന്നത് ഇവിടെ അന്യോന്യം എന്നൊരു അർത്ഥമുണ്ട്. മിതഹ എന്നുള്ളതിന് ഇവിടെ മിഥ്യയായിട്ട് എന്ന് വേണമെന്ന് പറയാം. വ്യാജേന, വ്യാജേന ഞാൻ കാര്യം സാധിച്ചു തരാം, എൻ്റെ മായ കൊണ്ട് ഞാൻ ഇവരെ വഞ്ചിച്ചിട്ട്, ഈ അസുരന്മാരെ വഞ്ചിച്ചിട്ട് നിങ്ങളുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം എന്ന് ഭഗവാൻ അവരെ ആശ്വസിപ്പിച്ചു. അതിനുശേഷം ഭഗവാന്റെ സങ്കല്പം കൊണ്ട്
അസുരന്മാരുടെ ഉള്ളിൽ തമ്മിൽ തല്ല് തുടങ്ങി. മിത കലിരഭൂത്തേഷാം തദർത്തേ തർഷചേതസാം അഹം പൂർവം നത്വം നത്വമിതി പ്രഭോ. അവർ തമ്മിൽ തേഷാം തദർത്തേ തർഷചേതസാം, തേഷാം അസുരാണാം മധ്യേ തദർത്തേ അമൃതാർത്ഥേ, അമൃതത്തിനായിക്കൊണ്ട് തർഷചേതസാം തൃഷ്ണയുള്ള ചേതസ്സോട് കൂടിയിട്ട്, ആഗ്രഹത്തോട് കൊതിയോട് കൂടിയിട്ട്, മിതഹ കലിഹി അബൂത്, അവർ തമ്മിൽ കലിയുണ്ടായി. കലി എന്നാൽ കലശം, എന്താ പറയുക, കലഹം, തമ്മിൽ തല്ല ആരംഭിച്ചു എന്നർത്ഥം. എന്ത് പറഞ്ഞുകൊണ്ട്? അഹം പൂർവം നത്വം നത്വം, ഞാനാദ്യം നീയല്ല ഇതി എന്ന് പറഞ്ഞുകൊണ്ട്. ഹേ പ്രഭോ എന്ന് വിളിച്ചത് പരീക്ഷിത്ത് രാജാവിനെ വിളിച്ചതാണ് ശുഖബ്രഹ്മർഷി. അപ്പൊ അല്ലയോ പരീക്ഷിത്ത് രാജാവേ, അസുരന്മാർ അവരുടെ സ്വഭാവം കാണിക്കുകയാണ്. അസുരന്മാരുടെ സ്വഭാവമാണ് ഇങ്ങനെ എന്തെങ്കിലും കിട്ടുമ്പോഴേക്കും തമ്മിൽ തല്ലുക, മതമുണ്ടാവുക, അഹങ്കാരമുണ്ടാവുക, അങ്ങനെയുള്ള അവരുടെ തമോ ഗുണം പ്രകടിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാനാദ്യം, ഞാനാണ് മൂത്താള്, ഞാനാണ് യോഗ്യൻ, ഞാനാണ് കൂടുതൽ അധ്വാനിച്ചത്, ഞാനാണ് കൂടുതൽ ശക്തൻ, ഞാനാണ് കൂടുതൽ ദീനൻ എന്നൊക്കെ പരസ്പരം പറഞ്ഞുകൊണ്ട് അഹം പൂർവം നത്വം ഇതി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ തമ്മിൽ തല്ലി. ഇത് ആരുടെ സങ്കല്പം? അന്തര്യാമിയായ ഭഗവാന്റെ സങ്കല്പം. അവരുടെ ഉള്ളിലിരുന്നു കൊണ്ട് ഭഗവാൻ അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ചു. അപ്പോഴേക്കും ചിലര് ഈ അമൃത കലശത്തിന്റെ അടുത്തൊന്നും എത്താൻ പറ്റാത്തവർ ദൂരെ നിന്ന് പറയുന്നുണ്ട്, അതേ നമ്മൾ മാത്രം കഴിച്ചാൽ പോരാട്ടോ, ദേവന്മാരും അർഹിക്കുന്നുണ്ട്, അവരും കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ അസുരന്മാരെ ഒറ്റയ്ക്ക് കഴിക്കാതിരിക്കാൻ അവർക്കും കിട്ടണം, കൂട്ടത്തിൽ ദേവന്മാർക്കും കൊടുക്കണം എന്നുള്ള ന്യായം പറയുകയാണ്. ദേവാ സ്വം ഭാഗമർഹന്തി ഏ തുല്യായാസ ഹേതവഃ സത്രയാഗേ ഇവൈതസ്മിൻ ഏഷ ധർമ്മ സനാതനഃ. ദേവാഹ സ്വം ഭാഗമർഹന്തി, ദേവന്മാരും അവരവരുടെ ഭാഗം അർഹിക്കുന്നു. കാരണം ഏ തുല്യ ആയാസഹേതവഃ, അവരും നമ്മളോടൊപ്പം ആയാസം ചെയ്തിട്ടുണ്ട്, അവരും പ്രയത്നിച്ചിട്ടുണ്ട്, അവരും അർഹിക്കുന്നു. സത്രയാഗേ ഇവ ഏതസ്മിൻ, ഈ പ്രവൃത്തിയിലും യാഗങ്ങളിലും യജ്ഞങ്ങളിലും എല്ലാവർക്കും പ്രസാദം കൊടുക്കണ്ടേ, പങ്കെടുത്തവർക്കൊക്കെ പ്രസാദം കൊടുക്കണ്ടേ. അതുപോലെ ഈ ധർമ്മത്തിൽ, ഈ യജ്ഞത്തിൽ, ഈ പാലാഴി മദനത്തിൽ അവരും ഒപ്പം പങ്കെടുത്തിട്ടുണ്ട്. ഇതാണ് സനാതനമായിട്ടുള്ള ധർമ്മം, ഇതാണ് മര്യാദ എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. കാരണം അവർക്ക് കിട്ടാതെ പോയാലോ, ഏതെങ്കിലും സാമർത്ഥ്യക്കാര് ഒറ്റയ്ക്ക് വിഴുങ്ങിയാലോ, അപ്പൊ എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കണം എന്നുള്ള ന്യായം പറഞ്ഞുകൊണ്ട് ദേവന്മാർക്കും കൂടി കൊടുക്കണം എന്ന് പറയണ്. അല്ലാതെ ദേവന്മാരോടുള്ള സ്നേഹം കൊണ്ടല്ല, അവർക്ക് കിട്ടാതിരിക്കരുത് എന്ന് പേടിച്ചിട്ട്. ഇതി സ്വാൻ പ്രത്യഷേധൻ വൈ ദൈതേയോ ജാതമത്സരാഹ ദുർബല പ്രബലാൻ രാജൻ ഗൃഹീത കലശാൻ മുഹു. അപ്പൊ ഇങ്ങനെ ദൈത്യന്മാര് ജാതമത്സരാഹ, പരസ്പരം മത്സരിക്കുന്നവരായി തീർന്നു. ദുർബലാഹ ദൈതേയാഹ മുഹുഹു ഗൃഹീത കലശാൻ പ്രബലാൻ സ്വാൻ ഇതി പ്രത്യഷേധൻ. ദുർബലന്മാരായിട്ടുള്ള ദൈതേയന്മാര്, ശക്തിയില്ലാത്തവര് കലശം കയ്യിൽ പിടിച്ചിരിക്കുന്ന പ്രബലന്മാരുടെ കയ്യിലാണ് കലശം ഇരിക്കുന്നത്. അപ്പൊ അവർക്കും കിട്ടണം എന്നുള്ളത് കൊണ്ട് ഇതി പ്രത്യഷേധൻ, ഇപ്രകാരം അവരുടെ പ്രതിഷേധം അറിയിച്ചു. ഇത് മര്യാദയല്ലാട്ടോ, എല്ലാവർക്കും കൊടുക്കണം കേട്ടോ, ദേവന്മാർക്കും കൊടുക്കണം കേട്ടോ എന്ന് പറയുകയാണ്. അപ്പോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേ ഭഗവാൻ അവതരിക്കുകയാണ് മോഹിനിയായിട്ട്. ആ മോഹിനി രൂപം വർണ്ണിക്കുന്നുണ്ട് 41-ാം ശ്ലോകം മുതൽക്ക്. നമുക്ക് അടുത്ത ദശകത്തിലേക്ക് പ്രവേശിച്ചിട്ട് നോക്കാം. മേൽപ്പത്തൂര് പറയുന്ന രീതിയിലൂടെ പോയിട്ട് അങ്ങടേക്ക് പോവാം. അപ്പൊ ഇങ്ങനെ നമ്മൾ 28-ാം ദശകം കഴിഞ്ഞു. 29-ാം ദശകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. 29-ാം ദശകം, അമൃതാഹരണവും അസുര നിഗ്രഹവും. അപ്പൊ ഭഗവാൻ മോഹിനിയായിട്ട് അസുരന്മാരിൽ നിന്ന് അമൃതം ആഹരിക്കുകയും
പിന്നീട് തുടർന്ന് ദേവാസുര യുദ്ധം നടക്കുന്നുണ്ട്. ശ്രീമദ് ഭാഗവതത്തില് 10-11 അധ്യായങ്ങളിലൊക്കെ വർണ്ണിക്കുന്നുണ്ട്. ആ ദേവാസുര യുദ്ധമാണ് ഇവിടെ അവസാന വിഷയം. നമുക്ക് നോക്കാം. ദശകം 29. മുഴുവൻ വായിക്കാം ആദ്യം. ഉദ്ഗച്ഛതസ്തവകരാദമൃതം ഹരൽസോ ദൈത്യേഷു താൻ അശരണാൻ അനുനീയ ദേവാൻ സദ്യസ്ഥിരോദതിദേവ ഭവൽ പ്രഭാവാദ് ഉദ്യൽ സ്വയുത്യ കലഹ ദിദിജാ ബഭൂവുഃ ശ്യാമാം രുചാഭിവയസാപി തനും തദാനീം പ്രാപ്തോസി തുംഗകുചമണ്ഡലഭംഗുരാം ത്വം പീയൂഷകുംഭകലഹം പരിമുച്യ സർവേ തൃഷ്ണാകുലാ പ്രതിയയു ത്വദുരോചകുംഭേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കാത്വം മൃഗാക്ഷി വിഭജസ്വ സുധാമിമാമിതി ആരൂഢരാഗവിവശാൻ അഭിയാജതോമോൻ വിശ്വസ്യതേ മയി കഥം കുലടാസ്മി ദൈത്യാഃ ഇത്യാലപന്നപി സുവിശ്വസിതാൻ അതാനി മോദാത് സുധാ കലശമേഷു ദദൽ സുസാത്വം ദുശ്ചേഷ്ടിതം മമ സഹധ്വമിതി ബ്രുവാണ പങ്ക്തി പ്രഭേദ വിനിവേശിത ദേവദൈത്യാഃ ലീലാവിലാസഗതിഭി സമദാസുദാം താം അസ്മാസ്വിയം പ്രണയിനീത്യസുരേഷു തേഷു ജോഷം സ്ഥിതേഷ്വത സമാപ്യ സുധാം സുരേഷു ത്വം ഭക്തലോകവശഗോ നിജരൂപമേത്യ സ്വർഭാനുമർദ്ദ പരിപീതസുതം വ്യലാവീഃ ത്വത്തസ്സുദാഹരണയോഗ്യബലം പരേഷു ദത്വാ ഗദേ ത്വയി സുരൈകലു തേ വ്യഗൃണ്ണൻ ഘോരേദമൂർച്ഛതിരണേ ബലിദൈത്യമായാ വ്യാമോഹിതേ സുരഗണേ ത്വമിഹാവിരാസീഃ ത്വം കാലനേമി മദമാലിമുഖാൻ ജഗന്ത ശക്രോ ജഗാന ബലിജം ബവലാൻ സപാകാൻ ശുഷ്കാർദ്രദുഷ്കരവദേന മുചൗചലോനെ ഭേനേന നാരദഗിരാ ഞരുണോരണം തം യോഷാവപുരുദനുജമോഹനമാഹിതം തേ ശ്രുത്വാ വിലോകന കുതൂഹലവാൻ മഹേശഃ ഭൂതൈ സമം ഗിരിജയാ ച ഗതഃ പദം തേ സ്തുത്വാ ബ്രവീതി അഭിമദം ത്വമദോതിരോധ ആരാമസീമനി ച കന്ദുകഗാദലീല ലോലായമാന നയനാം കമനീം മനോജ്ഞാം ത്വാമേഷ വീക്ഷ്യ വികളദ്വസനം മനോഭു വേഗാദനംഗരിപുരംഗ സമാലിലിംഗം ഭൂയോപി വിദ്രുതവതീം ഉപധാവ്യ ദേവോ വീര്യപ്രമോക്ഷ വികസത് പരമാർത്ഥബോധഃ ത്വന്മാനിതസ്തവ മഹത്വമുവാച ദേവ്യൈ തത്താദൃശസ്ത്വമവവാത നികേതനാദ ഭൂയോപി വിദ്രുതവതീമുപധാവ്യ ദേവോ വീര്യപ്രമോക്ഷ വികസത് പരമാർത്ഥബോധഃ ത്വന്മാനിതസ്തവ മഹത്വമുവാച ദേവ്യൈ തത്താദൃശസ്ത്വമവവാത നികേതനാദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ 29-ാം ദശകത്തില് ഭഗവാന്റെ മോഹിനി അവതാരം ദേവന്മാർക്ക് വേണ്ടി അസുരന്മാരെ വഞ്ചിച്ച് അമൃതം കൊടുക്കുന്നതും ദേവന്മാർക്ക് അമൃതം കൊടുക്കുന്നതും പിന്നീട് ദേവാസുര യുദ്ധം ഉണ്ടാവുന്നതും അതിൽ അനേക അസുരന്മാരെ ഇന്ദ്രനും ഭഗവാനും മറ്റ് ദേവന്മാരും ഒക്കെ കൂടി കൊന്നുകളയുന്നതും
അങ്ങനെ അസുരവംശം തന്നെ ഒരുവിധം മുടിപ്പിച്ച് കളയുന്നുണ്ട്. പിന്നീട് ബ്രഹ്മദേവന്റെ ഇടപെടൽ കൊണ്ട് യുദ്ധം നിർത്തുന്നുണ്ട്. നാരദൻ വന്ന് പറഞ്ഞ് യുദ്ധത്തിൽ നിന്ന് വിരമിക്കുന്നുണ്ട് ദേവേന്ദ്രനും മറ്റും. കുറച്ച് അസുരന്മാരെ ബാക്കി വിടുകയാണ്. മരുന്നിന് അല്ലേ, വിത്തിന് കുറച്ച് പേര് വേണ്ടേ, അതിനായിക്കൊണ്ട് കുറച്ച് പേരെ ബാക്കി വെച്ചു. എന്നിട്ട് യുദ്ധം അവസാനിപ്പിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മഹാദേവന് മോഹിനി രൂപം കാണണമെന്നുള്ള ആഗ്രഹമുണ്ടായി. അങ്ങനെ മഹാദേവന് വേണ്ടി ഭഗവാൻ ഒരിക്കൽ കൂടെ മോഹിനി വേഷം കെട്ടുന്ന ആ ശങ്കരമോഹനം എന്ന ലീലയും കൂടെ, അപ്പോൾ ഭാഗവതത്തിലൊരു 3 അധ്യായങ്ങളിൽ 3-4 അധ്യായങ്ങളിൽ പറഞ്ഞ വിഷയങ്ങൾ ഇവിടെ 29-ാം ദശകത്തിൽ സംഗ്രഹിക്കുന്നുണ്ട്. നോക്കാം നമുക്ക് 29-ാം ദശകം. ഉദ്ഗച്ഛതസ്തവ കരാത് അമൃതം ഹരത്സു ദൈത്യേഷു താൻ അശരണാൻ അനുനീയ ദേവാൻ സദ്യസ്ഥിരോദരിതദേവ ഭവൽ പ്രഭാവാത് ഉദ്യൽ സ്വയുത്യ കലഹ ദിദിജാ ബഭൂവുഃ. ഉദ്ഗച്ഛതസ്തവ കരാദമൃതം ഹരത്സു ദൈത്യേഷു താൻ അശരണാൻ അനുനീയ ദേവാൻ സദ്യസ്ഥിരോദരിത ദേവഭവൽ പ്രഭാവാത് ഉദ്യൽ സ്വയുത്യ കലഹ ദിദിജാ ബഭൂവുഃ. അപ്പോ ഉദ്ഗച്ഛതഃ തവ കരാത്, ഗുരുവായൂരപ്പ തവ കരാത്, അങ്ങയുടെ കയ്യിൽ നിന്ന്. ഏത് കയ്യിൽ നിന്ന്? ഉദ്ഗച്ഛത. ഉദ്ഗച്ഛത എന്ന് പറഞ്ഞാൽ ഉദ്ഗമിക്കുന്നവനായ, ഉദ്ഗമിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ പാലാഴിയിൽ നിന്ന് പൊങ്ങി വന്ന ധന്വന്തരി മൂർത്തി രൂപത്തിൽ പൊങ്ങി വന്നതായിട്ടുള്ള ഗുരുവായൂരപ്പ അങ്ങയുടെ കയ്യിൽ നിന്ന് തവ കരാത്, ഫ്രം യുവർ ഹാൻഡ്സ്, അങ്ങയുടെ കയ്യിൽ നിന്ന് അമൃതം ഹരൽസു ദൈത്യേഷു, ദൈത്യേഷു അമൃതം ഹരൽസു സത്സു, ദൈത്യന്മാർ അമൃതത്തെ ഹരിക്കുമ്പോൾ, അത് ഹരിച്ചതായിട്ടുള്ള സമയത്ത് താൻ അശരണാൻ അനുനീയ ദേവാൻ, താൻ ദേവാൻ അശരണാൻ അനുനീയ, ആ ദേവന്മാർ അശരണന്മാരായിത്തീർന്നു എന്ന് പറഞ്ഞാലോ ആരും ശരണമില്ലാത്തവരെ പോലെ ദുഃഖിതരായിത്തീർന്നു. എന്നിട്ട് ഭഗവാനെ ശരണം പ്രാപിച്ചു. ആ സമയത്ത് അശരണന്മാരായ താൻ ദേവാൻ അനുനീയ, അനുനീയ അനുനയിപ്പിച്ചിട്ട് ആശ്വസിപ്പിച്ചിട്ട്, പേടിക്കണ്ട ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ആ ദേവന്മാരെ ആശ്വസിപ്പിച്ചിട്ട്, ഗുരുവായൂരപ്പ ദേവാ ദേവാ എന്നുള്ള വിളിയിൽ എന്ത് വിളിയാണ് അർത്ഥം? അനേക വേഷങ്ങൾ കെട്ടി ക്രീഡിക്കുന്നവനെ, ദിവ് ക്രീഡായാം, ദിവധാതുവിന് ക്രീഡ എന്ന അർത്ഥം. അപ്പൊ ക്രീഡിക്കുന്നവനാണ് അങ്ങ്. അപ്പൊ കളിക്കാൻ തീരുമാനിച്ചു അല്ലേ? പുതിയൊരു വേഷം കെട്ടി കളിക്കാൻ തീരുമാനിച്ചു. ഏത് വേഷം? ആരും കണ്ടിട്ടില്ലാത്ത മോഹിനി വേഷം. അതാണ് ദേവാ സദ്യ തിരോദതിത, അങ്ങ് ഉടനെ തന്നെ തിരോധാനം ചെയ്തു. അങ്ങേ കാണാതെയായി. അവിടെ വിഷ്ണു രൂപത്തിൽ ഭഗവാനെ കാണാതെയായി. ആ സമയത്ത് ഭവൽ പ്രഭാവാത്, അങ്ങയുടെ തന്നെ പ്രഭാവം കൊണ്ട് ഉദ്യൽ സ്വയൂത്യ കലഹ ദിദിജാ ബഭൂ, ദിദിജാഹ ആ ദൈത്യന്മാരോ ഉദ്യൽ സ്വയൂത്യ കലഹാഹ, സ്വയൂത്യം എന്ന് പറഞ്ഞാൽ സ്വന്തം സമൂഹം, സ്വന്തം സഹോദരന്മാരോടും ബന്ധുക്കളോടും ഉദ്യൽ കലഹാഹ പൊങ്ങുന്ന കലഹത്തോടു കൂടിയവരായി, വർദ്ധിച്ച കലഹത്തോടു കൂടിയവരായി. അപ്പൊ സ്വയം അവർ തമ്മിൽ തമ്മിൽ തല്ലാൻ തുടങ്ങി എന്ന് മേൽപ്പത്തൂര്. ഉദ്യൽ സ്വയൂത്യ കലഹ ബഭൂവു ദിദിജാഹ, ദിദിജന്മാർ പരസ്പരം കലഹിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഇൻ ദ മീൻ വൈൽ എന്ത് സംഭവിച്ചു? ഭഗവാൻ ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിട്ട് ദാ ഈ വഴിക്ക് പോയ ഒരു സ്ത്രീയാണ് എന്ന മട്ടിൽ ആ വഴിക്ക് വന്നു ഒരാള്. ശ്യാമാം രുചാപി വയസാപി തനും തദാനീം
പ്രാപ്തോസി തുംഗകുചമണ്ഡലഭംഗുരാം ത്വം പീയൂഷകുംഭകലഹം പരിമുച്യ സർവേ തൃഷ്ണാകുലാ പ്രതിയയുസ്ത്വദുരോചകുംഭേ ശ്യാമാം രുചാപി വയസാപി തനും തദാനീം പ്രാപ്തോസി തുംഗകുചമണ്ഡലഭംഗുരാം ത്വം പീയൂഷകുംഭകലഹം പരിമുച്യ സർവേ തൃഷ്ണാകുലാ പ്രതിയയുസ്ത്വദുരോചകുംഭേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭഗവാന്റെ മോഹിനി അവതാരം അതാണ് തദാനീം എന്ന് പറയേണ്ടത്. തദാനീം, അപ്പോൾ. ഇൻ ദ മീൻ വൈൽ ഇവർ തമ്മിൽ കലഹമുണ്ടാക്കി വിട്ടിട്ട് ഏതോ ഒരു പുതിയൊരു സ്ത്രീ എന്ന പോലെ തദാനീം ത്വം ഗുരുവായൂരപ്പ രുചാ അപി വയസാ അപി ശ്യാമാം. രുച എന്ന് പറഞ്ഞാൽ കാന്തി കൊണ്ട്, ശോഭ കൊണ്ട്, സൗന്ദര്യം കൊണ്ട്, അതുപോലെ വയസാ അപി വയസ്സുകൊണ്ടും പ്രായം കൊണ്ടും ശ്യാമാം. ശ്യാമ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീകളെ പല രീതിയിൽ വിഭജിച്ചിട്ടുണ്ട്. ചില സ്ത്രീകൾക്ക് പത്മ എന്നുള്ള വിഭാഗത്തിൽപ്പെടും, ചിലർ ശ്യാമ എന്നുള്ള വിഭാഗത്തിൽപ്പെടും. ഇങ്ങനെ 4 തരത്തിൽ സ്ത്രീകളെ വിഭജിച്ചിട്ടുണ്ട്. അവരുടെ സൗന്ദര്യത്തിനനുസരിച്ച്, അവരുടെ എന്താ പറയുക, ലക്ഷണങ്ങൾക്കനുസരിച്ച്, ഓരോ ലക്ഷണങ്ങൾ പറയുന്നതിനനുസരിച്ച് അവർ ഇന്ന പട്ടികയിൽ പെടും. അങ്ങനെ 4 പട്ടിക സ്ത്രീകൾക്ക്. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് മറ്റേ ശ്യാമയും പത്മയും ഒക്കെ സുന്ദരികളായിട്ടുള്ള സ്ത്രീകൾ. അപ്പൊ അവിടെ ശ്യാമ എന്ന് പറയുന്ന വകുപ്പിൽ പെടുന്ന കറുത്ത വർണ്ണം, അതുപോലെ എല്ലാറ്റിനും ഒരു കറുപ്പിന്റെ നിറമുള്ളതും സൗന്ദര്യത്തിന്റെ മൂർത്തിയുമായിരിക്കുന്ന രൂപം, അതാണ് രുചാ അഭി വയസാ അഭി ശ്യാമ. ശരീര സൗന്ദര്യവും ലക്ഷണങ്ങൾ കൊണ്ടും പ്രായം കൊണ്ടും ശ്യാമ എന്ന്. അപ്പോൾ പ്രായം കൊണ്ട് ശ്യാമ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, യൗവനത്തിലേക്ക് എത്തുന്ന ഒരു കൗമാരം കഴിഞ്ഞ് യൗവനത്തിലേക്ക് എത്തുന്ന മധുര 17 എന്നൊക്കെ പറയുന്ന പ്രായത്തിനാണ് ശ്യാമ വയസ്സ് എന്ന് പറയുക. അപ്പൊ അങ്ങനെ വയസ്സുകൊണ്ടും ശ്യാമ, അങ്ങനെ എല്ലാ യോഗ്യതകളും തികഞ്ഞ അതിസുന്ദരിയായിട്ടുള്ള രൂപം. രുചാഭി വയസാഭി ശ്യാമാം തുകകുച മണ്ഡലഭംഗുരാം തനും പ്രാപ്ത അസി. തുംഗമായിട്ടുള്ള കുചമണ്ഡലം, ഉയർന്നു നിൽക്കുന്നതായിട്ടുള്ള സ്തനമണ്ഡലം, വലിയ വൃത്താകൃതിയിലുള്ളതായിട്ടുള്ള 2 സ്തനങ്ങളോടുകൂടി ബംഗുരാം തനും. തനു ശരീരം ബംഗുരം. ബംഗുരം എന്നാൽ ഒന്ന് ഒടിഞ്ഞത്, ഒടിയാന്ന് പറഞ്ഞാൽ ഒന്ന് മുന്നോട്ടാഞ്ഞത്. സ്തനഭാരദളൻ മധ്യ പട്ടബന്ധ വലിത്രയ, അത് തന്നെ. സ്തനഭാരദളൻ മധ്യ പട്ടബന്ധ വലിത്രയ എന്ന് ലളിതാദേവിയെ പറയും പോലെ ഇവിടെ സ്തനഭാരം കൊണ്ട് മുന്നോട്ടാഞ്ഞവൾ എന്നർത്ഥം. അതാണ് തുംഗ കുജമണ്ഡല ഭംഗുരാം തനും പ്രാപ്ത അസി. അതിനെ പ്രാപിച്ചവനായി ഭവിച്ചു അങ്ങ്. അതിമനോഹരമായിട്ടുള്ള രൂപത്തെ, യൗവനയുക്തമായിട്ട് അതിസുന്ദരിയായിട്ടുള്ള ആ മോഹിനി രൂപത്തെ പ്രാപിച്ചവനായിട്ട് ഭവിച്ചു. എന്നിട്ടോ പീയൂഷ കുംഭകലഹം പരിമുച്യ സർവേ അസുരാഹ. അവര് അമൃതകലശത്തിന്റെ പുറകെ അടികൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനാദ്യം, നീയല്ല, അവർക്കും കൊടുക്കണം ഇവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞ് കലശത്തിന്റെ പുറകെ കലഹം ചെയ്തുകൊണ്ട് നടന്നവരൊക്കെ ആ പീയൂഷ കുംഭത്തിലുള്ള കലഹം പരിമുച്യ. ആ കലശം ഇപ്പൊ ആർക്കും വേണ്ടാതെയായി. അമൃത കലശം ആർക്കും വേണ്ട. കാരണം അത്രയ്ക്ക് അട്രാക്ഷൻ ഈ ദേവി, ഈ സുന്ദരി മോഹിനി ദേവി. അപ്പൊ പീയൂഷ കുംഭകലഹം പരിമുച്യ, ആ കലഹത്തെ വെടിഞ്ഞിട്ട് സർവേ എല്ലാവരും തൃഷ്ണാകുലാഹ, കൊതിയോടുകൂടിയവരായിട്ട് വായിൽ വെള്ളവും ഒലിപ്പിച്ചോണ്ട് പ്രതിയയുഹു ത്വദുരോചകുംഭേ തൃഷ്ണാകുലാഹ. അല്ലയോ ഭഗവാനേ ഗുരുവായൂരപ്പ, മോഹിനി രൂപമെടുത്ത അങ്ങയുടെ ഉരോചകുംഭം സ്തനകലശങ്ങൾ, ഉരസിൽ ജനിച്ച 2 കുംഭങ്ങൾ. അപ്പൊ 2 കലശങ്ങൾ കണ്ടപ്പോ ഈ ഒരു കലശത്തെ അവർ മറന്നു. ആ കലശത്തിന്റെ പുറകെ തൃഷ്ണാകുലരായിട്ട്, കൊതിയോടുകൂടിയവരായിട്ട് പ്രതിയയുഹു പിന്നാലെ പോയി. മോഹിനിയുടെ പുറകെയായി
ആ മോഹിനിയുടെ 2 സ്തനകലശങ്ങളിലായി പിന്നെ അവരുടെ ശ്രദ്ധ. വേറെ അമൃത കലശത്തെ എല്ലാവരും വിസ്മരിച്ചു. അതുപോലെ മോഹിപ്പിച്ചു ആ ഭഗവാൻ എന്ന് പറയാം. ഇവിടെ ഭഗവാൻ എന്ന് വിളിക്കണോ ഭഗവതി എന്ന് വിളിക്കണോ എന്താ വേണ്ടതെന്നറിയില്ല. എന്തായാലും ഭഗവാന്റെ അത്യത്ഭുതമായിട്ടുള്ള മോഹിനി രൂപം അസുരന്മാരെ ഭ്രമിപ്പിച്ചു കളഞ്ഞു. അവർക്കിപ്പോൾ അമൃതവും വേണ്ട, ഒന്നും വേണ്ട, ആയുസ്സും വേണ്ട. ജീവിക്കുകയാണെങ്കിൽ ഇവളുടെ കൂടെ ജീവിക്കണം, ഇവളെ കളഞ്ഞിട്ട് അമൃതം കിട്ടിയിട്ട് എന്ത് കാര്യം എന്ന് പറഞ്ഞ് ഓരോരുത്തരും ഇവളുടെ പുറകെ വരാൻ തുടങ്ങി എന്നാണ്. എന്നിട്ട് പിന്നാലെ കൂടിയിട്ട് ചോദിക്കുകയാണ് ഓരോരുത്തർ നല്ല ശൃംഗാര ഭാവത്തില്, ഹേയ് സുന്ദരി മാൻകണ്ണി, നീ ആരാ? നീ ആരാ? എവിടുന്നാ? ആരുടെയാ? നിന്നെ കണ്ടിട്ട് ഉടമസ്ഥന്മാരില്ലാത്ത മുതലാണെന്നാ തോന്നണത്. ഞങ്ങളുടെ കൂടെ പോരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ദേവിയുടെ പുറകെ പോകുന്ന ആ ഭാഗങ്ങളാണ് മേൽപ്പത്തൂർ ചുരുക്കി പറഞ്ഞിരിക്കുന്നു. കാത്വം മൃഗാക്ഷി വിഭജസ്വ സുധാമിമാമിതി ആരൂഢരാഗ വിവശാൻ അഭിയാചതോമൂൻ വിശ്വസ്യത്തെ മയി കഥം കുലടാസ്മി ദൈത്യാഹ ഇത്യാലപൻ അഭിസുവിശ്വസിതാൻ അതാനീഹി. കാത്വം മൃഗാക്ഷി വിഭജസ്വ സുധാമിമാമിതി ആരൂഢരാഗ വിവശാൻ അഭിയാചതോമൂൻ വിശ്വസ്യത്തെ മയി കഥം കുലടാസ്മി ദൈത്യാഹ ഇത്യാലപൻ അഭിസുവിശ്വസിതാൻ അതാനീഹി. കാത്വം മൃഗാക്ഷി, ഹേ മൃഗാക്ഷി ത്വം കഹാ? ഹേ സുന്ദരി മാൻകണ്ണി. മൃഗാക്ഷി എന്നാൽ മൃഗമെന്നാൽ മാന്, മാനിനെ പോലെ കണ്ണുള്ള സുന്ദരി മാൻകണ്ണി. ത്വം കാ, നീ ആരാ? നീ ആരുടേതാ? നിന്നെ കണ്ടിട്ട് വിവാഹം കഴിഞ്ഞതായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് ഹേ സുന്ദരി, മേൽപ്പത്തൂർ പിന്നെ കാര്യത്തിലേക്ക് കടന്നു. വിഭജസ്വ സുധാം ഇമാം, ഇമാം സുധാം വിഭജസ്വ, നീ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഇതാ ഈ അമൃതത്തെ ഒന്ന് വിഭജിച്ചു തരണം, ഞങ്ങൾക്കെല്ലാം തുല്യമായിട്ട് പങ്കിട്ട് തരണം. ഇതി, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആരൂഢ രാഗവിവശാൻ, ആരൂഢമായ വർദ്ധിച്ചതായിട്ടുള്ള പൊങ്ങി വരുന്നതായിട്ടുള്ള രാഗവിവശാൻ, അനുരാഗ വിവശന്മാരായിരിക്കുന്ന അഭിയാചത അമൂൻ, പുറകെ നടന്ന് യാചിക്കുന്നവരായിട്ടുള്ള അവരോട്, ആ അസുരന്മാരോട് ദേവി തിരിച്ചു ചോദിക്കണം. മോഹിനി ദേവി, വിശ്വസ്യതേ മയി കഥം കുലടാസ്മി ദൈത്യാഹ. ഹേ ദൈത്യാഹ, അഹം കുലടാ അസ്മി, ഞാനേ ഒരു വ്യഭിചാരിണിയാണ്, അഡ്രസ് ഇല്ലാത്തവളാണ്, തെരുവ് തണ്ടിയെ പോലെ നടക്കുന്നവളാണ്. കുലടാ അസ്മി മൈ കഥം വിശ്വസ്യതേ, നിങ്ങൾ എങ്ങനെ എന്നെ വിശ്വസിക്കണത്? അയ്യേ, ഈ തെരുവിലൂടെ വഴിപോക്കയായിട്ട് പോകുന്ന എന്നെ വിശ്വസിക്കേ, എന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് സ്വയം അങ്ങോട്ട് പറഞ്ഞു. ഇത്യാലപൻ അപി, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സുവിശ്വസിതാൻ അതാനീഹി. സുവിശ്വസിതാൻ, ഇങ്ങനെ കൂടി സ്വയം പറഞ്ഞപ്പോൾ, താൻ വിശ്വസിക്കാൻ കൊള്ളാത്തവളാണ് എന്ന് പറഞ്ഞപ്പോ ഇവള് സത്യം പറയുന്നവളാണ് എന്നായി അല്ലേ? അങ്ങനെയല്ലേ നമ്മളും വിശ്വസിക്കുക? അവനവന്റെ കുറ്റത്തെ സാധാരണ ആരും പറയില്ലല്ലോ. അപ്പൊ അവനവന്റെ കുറ്റത്തെ തന്നെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഒരാളെ വിചാരിക്കും ആള് കൊള്ളാം, സ്വന്തം കുറവുകളും കുറ്റങ്ങളും സമ്മതിക്കുന്നുണ്ട്, അപ്പൊ സത്യസന്ധനാണ്, വിശ്വസിക്കാൻ കൊള്ളാം എന്നാവും. അപ്പൊ ഈ വ്യാജേനയാണ് എന്നെ നിങ്ങൾ വിശ്വസിക്കുക എന്ന് ചോദിച്ചുകൊണ്ട് ഇത്യാലപന്നബി, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ സുവിശ്വസിതാൻ അതാനീഹി, അവരെ നല്ല വിശ്വാസമുള്ളവരാക്കി ചെയ്തു. അതാനീഹി ത്വം അതാനീഹി, ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങ് ചെയ്തു. തനുധാതു തനോതി ക്രിയാരൂപം. അതാനീഹി, അവരെ വിശ്വസിച്ചവരാക്കി ചെയ്തു, അവരെ മോഹിപ്പിച്ചു എന്നർത്ഥം. ഇതന്നെയാ മോഹിനിയുടെ രൂപം മാത്രമല്ല, മോഹിനിയുടെ ചേഷ്ടകൾ, മോഹിനിയുടെ വാക്ക് എല്ലാം കൊണ്ടും മൊത്തത്തിൽ മോഹിപ്പിച്ചു കളഞ്ഞു എന്നർത്ഥം അല്ലേ? ചില ആളുകൾക്ക് സൗന്ദര്യം ഉണ്ടാവും, നല്ല എന്താ പറയുക വാക്കുകൾ ഉണ്ടാവില്ല, വായ തുറന്ന ആൾക്കാർ ഓടും. ഇനി അവരുടെ ശരീര അംഗചലനങ്ങൾ കണ്ടാലും പേടിച്ചോടും ചിലര്.
ഇതെല്ലാം തികഞ്ഞ മോഹിനിയാണ് എന്ന് പറയാം. രൂപം കൊണ്ടും ഭാവം കൊണ്ടും ഭാവം കൊണ്ടും ശൃംഗാര നോട്ടം കൊണ്ടും എല്ലാം കൊണ്ടും, അതുപോലെ വാക്കുകളുടെ കളി കൊണ്ടും എല്ലാം കൊണ്ടും നന്നായി മോഹിപ്പിക്കാൻ അറിയാം മോഹിനി ദേവിയെ. അപ്പൊ ഈ മോഹിനി ദേവിയെ നന്നായി പഠിച്ചാൽ നമ്മൾ പിന്നെ ലോകത്തിൽ ആരാലും മോഹിതരാവില്ല. മായാമോഹിനിയായ ആ ഭഗവാന്റെ മായാരൂപത്തെക്കുറിച്ച് നമ്മൾ ഒന്ന് നല്ലോണം മനസ്സിരുത്തിയാൽ പിന്നെ എവിടെയും നമ്മൾ മോഹിക്കില്ല എന്ന് പറയാം. അതുപോലെയുള്ള ചേഷ്ടകളാണ് ഭഗവാന്റെ ചേഷ്ടകൾ. അപ്പോ ഇവര് സന്തോഷമായിട്ട് കലശത്തിനെ അവളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് വിശ്വാസമാണ്, പൂർണ്ണ വിശ്വാസമാണ്, നീ പങ്കിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കലശത്തിനെ അവളുടെ കയ്യിൽ കൊടുക്കണു. മോദാത് സുധാ കലശമേഷു ദദത്സു സാത്വം ദുശ്ചേഷ്ടിതം മമ സഹധ്വമിതി ബ്രുവാണ പങ്ക്തി പ്രഭേദ വിനിവേശിത ദേവദൈത്യ ലീലാവിലാസഗതിഭി സമഗാസുധാം താം. മോദാത് സുധാകലശം ഏഷു ദദത്സു. മോദാത് സന്തോഷത്തോടെ, യേശു എന്ന് പറഞ്ഞാൽ അവറ്റകള് അസുരന്മാര്, സുധാകലശം ദദൽസു സത്സു, ആ അമൃതകലശത്തെ ദേവിക്കായിക്കൊണ്ട് കൊടുക്കുന്നതായിട്ടുള്ള സമയത്ത്, ദദൽസു സത്സു സതിസപ്തമി ബഹുവചനം, അവർ കൊടുക്കുന്നതായിട്ടുള്ള സമയത്ത് സാത്വം, ആ മോഹിനി രൂപത്തിൽ നിന്ന് ഈ ഗുരുവായൂരപ്പൻ, ഹേ ഗുരുവായൂരപ്പ അങ്ങ് എന്തു പറഞ്ഞോടെ, ദുശ്ചേഷ്ടിതം മമ സഹധ്വം ഇതി ബ്രുവാണ. ഇതിബ്രുവാണ, ഇങ്ങനെ പറയുന്നവളായിട്ട്. എങ്ങനെ? ദുശ്ചേഷ്ടിതം മമ സഹധ്വം, യൂയം നിങ്ങൾ, മമ ദുശ്ചേഷ്ടിതം സഹധ്വം, എന്റെ ചേഷ്ടയിൽ എന്തെങ്കിലും കുറവ് വന്നാൽ, ഞാൻ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ നിങ്ങൾ സഹിച്ചോളുക. നിങ്ങളായിട്ടല്ലേ എന്നെ ഈ പണി ഏൽപ്പിച്ചത്. അപ്പൊ എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കുറവ് വന്നാൽ അത് നിങ്ങൾ സഹിച്ചോളുക. ഞാൻ എന്റെ ന്യായത്തിന് ചെയ്യും. എനിക്കൊരു ന്യായമുണ്ട്, ഒരു മര്യാദയുണ്ട്, അത് പ്രകാരം ഞാൻ അമൃതം വിതരണം ചെയ്യും. അപ്പൊ അതിൽ എന്തെങ്കിലും കുറ്റമോ കുറവോ തോന്നിയാൽ നിങ്ങൾ സഹിച്ചോളുക. കാരണം നിങ്ങളാണ് എന്നെ പണി ഏൽപ്പിച്ചത്, ഞാൻ ചോദിച്ചു വാങ്ങിച്ചതല്ല. അതുകൊണ്ട് മമ ദുശ്ചേഷ്ടിതം യൂയം സഹധ്വം ഇതി ബ്രുവാണ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പങ്ക്തി പ്രഭേദ വിനിവേശിത ദേവദൈത്യ. ദേവി മോഹിനി ദേവി എന്ത് ചെയ്തു? എന്റെ ദുശ്ചേഷ്ടിതം സഹിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ദുശ്ചേഷ്ട ആദ്യമേ ചെയ്തു. എന്താണ്? അസുരന്മാർക്ക് സമ്മതം അല്ലെങ്കിലും ദേവന്മാരെയും വിളിച്ച് പങ്ക്തികളായിട്ട് ഇരുത്തി, നിരനിരയായി ഇരുത്തി, രണ്ടു കൂട്ടരെയും അപ്പുറവും ഇപ്പുറവും ഇരുത്തി. അസുരന്മാരൊരു പങ്ക്തി, ദേവന്മാരൊരു പങ്ക്തി. അങ്ങനെ പങ്ക്തി പ്രഭേദം, ദേവ പങ്ക്തി അസുര പങ്ക്തി, ഇങ്ങനെ പ്രഭേദത്തോടെ വിനിവേശിത ദേവദൈത്യന്മാരെ വിനിവേശിപ്പിച്ച് രണ്ട് പങ്ക്തികളാക്കി നിരത്തിയിരുത്തിയിട്ട് ലീലാവിലാസഗതിഭിഹി സമദാസുധാം താം. ഗുരുവായൂരപ്പ അങ്ങ് എന്ത് ചെയ്തു? താം സുധാം, ആ അമൃതത്തെ സമദാഹ സമ്യക് അദാഹ, നന്നായി വിതരണം ചെയ്തു, വേണ്ട പോലെ വിതരണം ചെയ്തു. എന്ന് വെച്ചാലോ, യഥാർഹം വിതരണം ചെയ്തു. ആർക്ക് കൊടുക്കണമോ അവർക്ക് കൊടുത്തു. അതെങ്ങനെ? ലീലാവിലാസഗതിഭിഹി, ശാരീരികമായിട്ടുള്ള ചേഷ്ടകളെ കൊണ്ട്, ശൃംഗാര ചേഷ്ടകൾ, ശരീരത്തിന്റെ ചലനങ്ങൾ, അതുപോലെ തന്നെ കണ്ണിന്റെ നോട്ടം, കടക്കണ്ണുകൊണ്ട് ഓരോരുത്തരെയും കടാക്ഷിച്ച് അനുഗ്രഹിച്ച് അവരെ മോഹിപ്പിച്ച്, അതുപോലെ വസ്ത്രത്തെ അലസമാക്കി ധരിച്ച് അവയവങ്ങളെയൊക്കെ പ്രദർശിപ്പിച്ച് അവരെ മോഹിപ്പിച്ചുകൊണ്ട് അർദ്ധനഗ്നയായിക്കൊണ്ട് അവരുടെ ഇടയിലൂടെ സഞ്ചരിച്ച് ഇപ്പൊ തരാട്ടോ എന്ന് പറഞ്ഞ് ദേവന്മാരെ മോഹിപ്പിച്ചുകൊണ്ട്, അസുരന്മാരെ മോഹിപ്പിച്ചുകൊണ്ട് ദേവന്മാർക്ക് മാത്രം അമൃതം മനോഹരമായി വിളമ്പിക്കൊടുത്തു. അസുരന്മാരാകട്ടെ ഇവളുടെ ചേഷ്ടകളിൽ മോഹിച്ച് അത് നോക്കി വായും പൊളിച്ചിരിക്കുകയാണ്. അവൾ എന്താ ചെയ്യുന്നതെന്ന് അവർ കാണുന്നില്ല.
അമൃതം ആർക്കാ കൊടുക്കണമെന്ന് കാണുന്നില്ല. അസുരന്മാർക്കും കൊടുക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്, പക്ഷേ അവർ കാണുന്നില്ല, ഭാവിക്കുന്നേ ഉള്ളൂ. എന്നിട്ട് പറയും ഇപ്പൊ തരാട്ടോ എന്ന്. എന്നിട്ട് അവരെ നോക്കി ഒന്ന് ചിരിക്കും, ഒന്ന് കണ്ണിറുക്കി കാണിക്കും, ശരീര അവയവങ്ങളൊക്കെ ഒന്ന് പ്രദർശിപ്പിക്കും. അതോടുകൂടി അസുരന്മാര് ഫ്ലാറ്റ്, അവർക്ക് വേറെ ഒന്നും വേണ്ട. ഇനി അഥവാ എന്തെങ്കിലും പറഞ്ഞാൽ അവൾക്ക് ഇഷ്ടമായില്ലെങ്കിലോ, പിണങ്ങിപ്പോയാലോ, ഓരോരുത്തരും കൊതിയായിട്ടിരിക്കുകയാണ് അവളെ ഭാര്യയാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവളുടെ ഇഷ്ടത്തിന് എതിര് നിൽക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ എല്ലാവരും അവളുടെ ചേഷ്ടകളെ സഹിച്ചുകൊണ്ട് ദേവി ഇഷ്ടത്തിന് അമൃത കലശം വിതരണം ചെയ്തു. ലീലാവിലാസഗതിഭിഹി സമദാസുധാം താം താം സുധാം സമദാഹ. അമ്മയെ, ഭഗവാനെ ഗുരുവായൂരപ്പ, അങ്ങ് മോഹിനി രൂപത്തില് ഇപ്രകാരം അമൃതത്തെ വിതരണം ചെയ്തു. അസ്മാശ്രിയം പ്രണയിനീത്യസുരേഷു തേഷു ജോഷം സ്ഥിതേഷ്വദസമാപ്യ സുധാം സുരേഷു ത്വം ഭക്തലോകവശകോ നിജരൂപമേത്യ സ്വർഭാനുമർദ്ദപരിപീതസുതം വ്യലാവീഹി. അസ്മാശ്രിയം പ്രണയിനീത്യസുരേഷു തേഷു ജോഷം സ്ഥിതേഷ്വദസമാപ്യ സുധാം സുരേഷു ത്വം ഭക്തലോകവശകോ നിജരൂപമേത്യ സ്വർഭാനുമർദ്ദപരിപീതസുതം വ്യലാവീഹി. അസ്മാസു ഇയം പ്രണയിനി ഇതി അസുരേഷു തേഷു തേഷു അസുരേഷു. ആ അസുരന്മാർ ഇങ്ങനെ വിചാരിച്ചു. എങ്ങനെ? അസ്മാസു, നമ്മുടെ നേർക്കേ, ഇയം പ്രണയിനി. കാരണം ദേവിയുടെ ചേഷ്ട കണ്ടു കഴിഞ്ഞാൽ ഓരോരുത്തരും വിചാരിക്കും എന്നെയാണ് കൂടുതൽ ഇഷ്ടം, എന്നോടാണ് അവൾ നന്നായിട്ട് ഇടപഴകുന്നത്, എൻ്റെ നേർക്കാണ് നല്ല ചേഷ്ടകളൊക്കെ കാണിക്കുന്നത്, പോസിറ്റീവാണ്, കിട്ടിയത് തന്നെ എന്ന് ഓരോരുത്തരും മനസ്സിൽ കൊതിയോടുകൂടി ഇരിക്കുകയാണ്. ഈ അമൃത വിതരണം ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനും അവളുമായിട്ടുള്ള കല്യാണം ഉടനെ എന്ന മട്ടില് ദേവി ഓരോ ചേഷ്ടകളെ കാണിക്കുമ്പോൾ ഓരോരുത്തരും വിചാരിക്കുകയാണ് എൻ്റെ നേരെയാണ് പ്രേമം, എൻ്റെ നേരെയാണ് പ്രേമം എന്ന്. അതാണ് അസ്മാസു അസുരേഷു തേഷു ഇയം പ്രണയിനി ഇതി. ആ അസുരന്മാരൊക്കെ കരുതുകയാണ് എൻ്റെ നേർക്കാണ് ഇവൾക്ക് പ്രണയം, എൻ്റെ നേർക്കാണ് പ്രണയം എന്ന്. ജോഷം സ്ഥിതേഷു, ജോഷം സ്ഥിതേഷു എന്ന് പറഞ്ഞാലോ അവർ സന്തോഷമായിട്ടിരിക്കുകയാണ് എന്നർത്ഥം. ജോഷം എന്നൊക്കെ പറഞ്ഞാല് സന്തോഷം എന്നർത്ഥമാണ്. അപ്പൊ ജോഷം സ്ഥിതേഷു, അവർ സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ദേവിയുടെ ഭാവങ്ങൾ കണ്ടിട്ട് മിണ്ടാതിരിക്കുകയാണ്. ആ സമയത്ത് ദേവിയോ അത് സമാപ്യ സുധാം സുരേഷു, സുരേഷു സുധാം സമാപ്യ, ദേവന്മാർക്കെല്ലാം അമൃതത്തെ വേണ്ട പോലെ വിതരണം ചെയ്തു, സമാപിപ്പിച്ചു. പാത്രം കഴുകാറായി എന്നർത്ഥം. അങ്ങനെ കലശം കാലിയാക്കി എല്ലാം ദേവന്മാർക്കായി കൊണ്ട് കൊടുത്തു. ആ സമയത്ത് ഒരു അസുരൻ മാത്രം, സ്വർബാനു എന്ന് പറയുന്ന ഒരു ദിതിജൻ ഈ ദേവന്മാരുടെ ഇടയിൽ പന്തിയിൽ കയറിയിരുന്നു കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദേവന്മാരുടെ പന്തിയിലിരുന്ന സ്വർബാനു അമൃതം കയ്യിൽ കിട്ടിയതും പെട്ടെന്ന് വായിൽ ബൾക്കുന്നിട്ടു. ആ സമയത്ത് സൂര്യചന്ദ്രന്മാർ കാവൽ നിൽപ്പുണ്ട്. അവർ വിളിച്ചു പറഞ്ഞു മോഹിനി ദേവിയോട്, അതാ കള്ളൻ, അസുരനാണവൻ. ആ സമയത്ത് ദേവി തൻ്റെ മോഹിനി രൂപം വെടിഞ്ഞ് വിഷ്ണുവായി ചക്രം സ്മരിച്ച് ആ ചക്രം കൊണ്ട് സ്വർബാനുവിൻ്റെ കഴുത്തെടുത്തു. ആ സ്വർബാനു അമൃതസ്പർശം ഏറ്റിരുന്നത് കൊണ്ട് മരിച്ചില്ല, രണ്ട് തുണ്ടമായി, ഒന്ന് തലയും ഒന്ന് ശരീരവും രാഹുവും കേതുവുമായി മാറി എന്ന് ഭാഗവതം. അപ്പൊ ഇവിടെ അതിനെയാണ് പറയുന്നത്, ത്വം ഭക്തലോക വശകഃ നിജരൂപമേത്യ. ഭക്തലോക വശകനാണങ്ങ്, ഭക്തജനങ്ങളായ ദേവന്മാരുടെ അധീനനാണങ്ങ്. അങ്ങനെയുള്ള അങ്ങ് നിജരൂപം ഏത്യ, അങ്ങയുടെ തന്നെ ഒറിജിനൽ രൂപത്തെ പ്രാപിച്ച്, വൈഷ്ണവ രൂപത്തെ പ്രാപിച്ച്, സ്വർബാനും അർദ്ധപരിപീത സുതം വ്യലാവീഹി. സ്വർബാനും, ആ സ്വർബാനു എന്ന ദൈത്യനെ അർദ്ധപരിപീത സുതം, പാതി കുടിച്ചു കഴിഞ്ഞിരുന്നു അമൃതം. ആ സുതയെ, അമൃതത്തെ
പാതി കുടിച്ചു കഴിഞ്ഞിരുന്നതായിട്ടുള്ള ആ സുർബാനുവിനെ വ്യലാവീഹി, വ്യലാവീഹി എന്നുള്ള വിശേഷേണ അലാവീ, ത്വമലാവീഹി, അങ്ങ് ഛേദിച്ചു, അറുത്തു എന്നൊക്കെ അർത്ഥമാണ്. ഭഗവാനെ സുദർശനം കൊണ്ട് അങ്ങ് ആ സുർബാനുവിന്റെ കഴുത്തറുത്തു എന്ന്. അങ്ങനെ ആ കഥ, ദേവിയുടെ മോഹിനി അവതാരം എങ്ങനെയാണ് അസുരന്മാരെ പറ്റിച്ചത് എന്നുള്ളതായിട്ടുള്ള കഥ ഇവിടെ മേൽപ്പത്തൂര് ചുരുക്കി പറഞ്ഞു. അതിനുശേഷം ദേവാസുര യുദ്ധം വർണ്ണിക്കുകയാണ് 6-ാമത്തെ ശ്ലോകത്തിൽ മേൽപ്പത്തൂര്. അത് കഴിഞ്ഞിട്ടാണ് ശങ്കരമോഹനം എന്നുള്ള കഥ പറയാനിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഭാഗവതത്തിൽ നോക്കണ്ടേ നമ്മുടെ മോഹിനി അവതാരം എത്ര ഭംഗിയായിട്ടാണ് വർണ്ണിച്ചിരിക്കണതെന്ന്? ഒന്ന് നോക്കിക്കളയാം, വേഗം നോക്കിയിട്ട് പോവാം. അപ്പോ 41-ാം ശ്ലോകത്തിലാണ് ഈ അസുരന്മാർ തമ്മിൽ കലഹിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ ഭഗവാൻ വിഷ്ണു മോഹിനി രൂപമെടുത്തു എന്ന് പറയുന്നത് 41-ാം ശ്ലോകത്തിൽ. ഏതസ്മിന്നന്തരേ വിഷ്ണു സർവോപായ വിധീശ്വരഃ യോഷിദ്രൂപമനിർദ്ദേശ്യം ദദാര പരമാദ്ഭുതം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഏതസ്മിൻ അന്തരേ വിഷ്ണു, ഏതസ്മിൻ അന്തരേ ഇതിൻ്റെ ഇടയ്ക്ക്, ഇൻ ബിറ്റ്വീൻ, ഇവരുടെ കലഹം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് വിഷ്ണു ഭഗവാൻ സർവവ്യാപിയാണ്. സർവ ഉപായവിത് ഈശ്വര, സർവ ഉപായവിത് ഏത് മാർഗവും അറിയുന്നവനാണ്. ഇവിടെ എങ്ങനെയായാൽ കാര്യം നടക്കുന്ന നല്ലോണം അറിയാം. ഭഗവാനെ ആരും ഒന്നും പഠിപ്പിക്കേണ്ട, ഏത് വേഷം എപ്പോ കെട്ടണം എന്നുള്ളത് സൂട്ടബിൾ ആയിട്ടുള്ള വേഷം എടുക്കും. അപ്പപ്പോ മത്സ്യമാവണോ മത്സ്യമാവും, കൂർമ്മമാവണോ കൂർമ്മമാവും, വരാഹമാവണോ വരാഹമാവും, നരസിംഹമാവണോ നരസിംഹമാകും, വാമനനാവണോ വാമനനാകും. ഇങ്ങനെ ഉചിതമായ വേഷം കെട്ടുന്നതിന് ആരും പഠിപ്പിക്കേണ്ട ഭഗവാനെ. സർവ ഉപായവിത് ഈശ്വര, ഉപായം അറിഞ്ഞാൽ മാത്രം പോരാ, അതിനുള്ള കഴിവുണ്ടാവണം. അതുണ്ട് മൂപ്പർക്ക്. ഈശ്വര, നല്ല സമർത്ഥനാണ്, എന്തിനും പോന്നവനാണ് ഭഗവാൻ. ഈശ്വര യോഷിദ്രൂപം അനിർദ്ദേശ്യം, നിർദ്ദേശിക്കാൻ പറ്റാത്തത്, അത്ഭുതകരമായിട്ടുള്ളത്, പരമാത്ഭുതം എന്ന് പറയുന്നുണ്ട്. പരമാത്ഭുതം അനിർദ്ദേശ്യം, അനിർദ്ദേശ്യം എന്ന് പറഞ്ഞാൽ നിർവചിക്കാൻ പറ്റാത്ത സൗന്ദര്യത്തോടെ അവയവ ലക്ഷണങ്ങളോടുകൂടിയേ. അപ്സര സ്ത്രീകളും മിസ് യൂണിവേഴ്സുകളും ഒക്കെ മാറി നിൽക്കണം. അതിനേക്കാൾ നിർവചിക്കാൻ പറ്റാത്ത, താരതമ്യമില്ലാത്ത യോഷിദ് രൂപം ദദാര, സ്ത്രീ രൂപത്തെ ധരിച്ചു ഗുരുവായൂരപ്പ അങ്ങ്. പരമാത്ഭുതം, എന്തെന്നില്ലാത്തൊരത്ഭുതം. പ്രേക്ഷണീയോത്പലശ്യാമം സർവാവയവ സുന്ദരം സമാന കർണാഭരണം സുഖപോലോന്നസാനനം. പ്രേക്ഷണീയോത്പലശ്യാമം, കാണേണ്ടതാണ്. പ്രേക്ഷണീയം എന്ന് പറഞ്ഞാൽ കാണേണ്ടതാണ്. ആര് കണ്ടാലും നോക്കിപ്പോകും. ലോക അത്ഭുതങ്ങളിൽ ഒന്നാണ്. ഉൽപ്പലശ്യാമം, നല്ല കരിങ്കൂവളപ്പൂ പോലെ, നീലത്താമര പോലെയുള്ള ശ്യാമവർണ്ണത്തോടു കൂടിയവളും. സർവാവയവ സുന്ദരം, എല്ലാ അവയവങ്ങളും എങ്ങനെ വേണോ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട്, ഒരു കുറവുമില്ലാതെ, എല്ലാം സിമ്മെട്രിക്കലായിട്ട് എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ള അളവോട് കൂടിയിട്ട്. ഇടത് ചെവിയും വലത് ചെവിയും തമ്മിൽ അളവിൽ വ്യത്യാസമില്ല, രൂപ വ്യത്യാസമില്ല. മൂക്കിന്റെ ഓട്ടകൾ തമ്മിൽ വലുപ്പ വ്യത്യാസമില്ല, കണ്ണുകൾ തമ്മിൽ വ്യത്യാസമില്ല, വലത് ചുണ്ടും ഇടത് ചുണ്ടും തമ്മിൽ കോടിക്കൊണ്ടിരിക്കുന്നില്ല. ശരീരത്തിലെ കൈകളും തോളുകളും സ്തനങ്ങളും കാലുകളും തുടകളും എല്ലാം തന്നെ തുല്യമായിരിക്കുന്ന അവയവങ്ങള്. സർവ അവയവ സുന്ദരം സമാന കർണാഭരണ ഉന്നസ, ഉയർന്നു നിൽക്കുന്ന മൂക്ക്, നല്ല കിളിമൂക്ക് പോലെയുള്ള മൂക്ക്. ആനനം, അങ്ങനെയുള്ള മുഖം. അപ്പൊ നല്ല തൊടുത്ത കവിളും നല്ലോളം എണീറ്റ് നിൽക്കുന്ന മൂക്കും. നവയൗവന നിർവൃത്തസ്തനഭാര കൃശോദരം മുഖാമോദാനുരക്താളി ജങ്കാരോദ്വിഗ്നലോചനം. നവയൗവന നിർവൃത്തസ്തനഭാര കൃശോദരം,
നല്ല യൗവനത്തിന്റെ പൂർണ്ണത കൊണ്ട് നിർവൃത്തമായിരിക്കുന്നത്, നല്ലതുപോലെ വൃത്താകൃതിയിൽ വർത്തിക്കുന്നതായിട്ടുള്ള സ്തനം, അതിൻ്റെ ഭാരം കൊണ്ട് കൃശമായ ഉദരം ഒടിഞ്ഞു വീഴാൻ പോകുന്ന പോലെയുള്ള കൃശോദരം ഒടിഞ്ഞു വീഴാൻ പോകുന്നതായിട്ടുള്ള ഉദരം, ചെറിയ വയറ്, ഒട്ടിയ വയറ്, മുഖ ആമോദ അനുരക്ത അളിജങ്കാര ഉദ്വിഗ്നലോചനം, മുഖത്തിലുള്ള ആമോദം, വായിൽ നിന്നുണ്ടാകുന്ന സൗരഭ്യം, ആ സുഗന്ധം കൊണ്ട് അനുരക്ത അളികൾ, വണ്ടുകൾ വരികയാണ്. വായ താമരയാണെന്ന് വിചാരിച്ചിട്ട് ആ വായിലേക്ക് വരുന്ന അളികളുടെ ജങ്കാരനാദം, വണ്ടുകളുടെ മൂളിച്ച, അതുകൊണ്ട് ഉദ്വിഗ്ന ലോചനം, ആ വണ്ടുകളെ പേടിച്ച് കണ്ണുകളിങ്ങനെ ഉത്കണ്ഠയോടുകൂടി മാൻ കണ്ണുപോലെ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചപലമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭയപ്പാടോടുകൂടിയതായിട്ടുള്ള കണ്ണ്, ഉദ്വിഗ്ന ലോചനം. ബിഭ്രത്സ്വകേശഭാരേണ മാലാമുദ്ഭുല്ല മല്ലികാം സുഗ്രീവ കണ്ഠാഭരണം സുഭുജാംഗതഭൂഷിതം. നല്ല കേശഭാരത്തില് ഉദ്ഭുല്ല മല്ലികാം മാലാം ബിഭ്രത്, വികസിച്ചതായിട്ട് നല്ല സുഗന്ധം വരുന്ന നല്ല മുല്ലമാല ധരിച്ചിട്ടുണ്ട്. എവിടെ? മുടിയില്, മുടിക്കെട്ടില്. സുഗ്രീവ കണ്ഠാഭരണം, നല്ല കഴുത്ത്, അതിൽ നെക്ലേസ് ഒക്കെ നന്നായിട്ട് ധരിച്ചിട്ടുണ്ട്, കണ്ഠാഭരണങ്ങളൊക്കെ ഉണ്ട്. സുഭുജ അംഗദഭൂഷിതം, സുഭുജം, നല്ല കൈകൾ, അതില് അംഗദം മുതലായിട്ടുള്ള തോൾവളകളൊക്കെ ധരിച്ചിട്ടുണ്ട്. വിരജാംബര സംവീത നിതംബദ്വീപശോഭയ കാഞ്ച്യാ പ്രവിലസദ്വൽഗുച്ചലച്ചരണനൂപുരം. വിരജമായ അംബരം എന്ന് പറഞ്ഞാൽ നല്ല ശുദ്ധമായ വസ്ത്രം, നല്ല പട്ടുവസ്ത്രം, ഒട്ടും പൊടിയൊന്നുമില്ലാത്തത് എന്നർത്ഥം. വിരജം, വിരജാംബരം, അതിലെ സംവീതം അത് ഉടുത്തിട്ടുണ്ട്. ആ നിതംബം ദ്വീപം പോലെ, വലിയൊരു ദ്വീപ് പോലെ ഉണ്ട്. അരക്കെട്ട്, വലിയ അരക്കെട്ടുകള്, അതിൻ്റെ ശോഭ കൊണ്ട്, ആ ശോഭ കൊണ്ടുള്ളതായിട്ടുള്ള കാഞ്ചി അരഞ്ഞാണം അതിൻ്റെ മുകളിൽ കെട്ടിയിട്ടുണ്ട്. പ്രവിലസത് വൽഗു ചലച്ചരണനൂപുരം, പ്രവിലസത് നല്ലപോലെ പ്രകർഷേണ വിലസിക്കുന്നതായിട്ടുള്ള, സഞ്ചരിക്കുമ്പോൾ ചലിക്കുന്നതായിട്ടുള്ള നൂപുരങ്ങളോട് കൂടിയതും ചിലും 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 എന്ന് കിലുങ്ങുന്നതായിട്ടുള്ള പാദസരത്തോട് കൂടിയവളായിട്ട്. സവ്രീഡസ്മിത വിക്ഷിപ്ത ബ്രൂവിലാസാവലോകനൈ ദൈത്യയൂതപചേതസ്സു കാമമുദ്ദീപയന്മുഹു. സവ്രീഡസ്മിത വിക്ഷിപ്ത ബ്രൂവിലാസാവലോകനൈ, വ്രീഡയോടെ, വ്രീഡ എന്നാൽ ലജ്ജ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. മന്ദസ്മിതം പൊഴിക്കുന്നുണ്ട്. വീക്ഷിതം, ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരെ നോക്കുന്നുണ്ട്. വിക്ഷിപ്ത ബ്രൂവിലാസം, പുരികക്കൊടികളെ ഇങ്ങനെ ചലിപ്പിക്കുന്നുണ്ട് നല്ലോണം. ആ ചലനം തന്നെ എല്ലാവരെയും മോഹിപ്പിക്കും. അവലോകനൈഹി, നോട്ടങ്ങളോ ഒന്നൊന്നര നോട്ടങ്ങളാണ്. അങ്ങനെയുള്ള നോട്ടങ്ങളെ കൊണ്ടും ദൈത്യയൂതപചേതസ്സു, ആ ദൈത്യ നേതാക്കന്മാരുടെ, അസുര നേതാക്കന്മാരുടെ ചേതസ്സുകളിൽ, മനസ്സുകളിൽ കാമം ഉദ്ദീപയന്മുഹു, കാമത്തെ വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ചുകൊണ്ട്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ശുകബ്രഹ്മർഷി ഈ അധ്യായത്തെ അവസാനിപ്പിച്ചു. അടുത്ത 9-ാം അധ്യായത്തിലാണ് തുടർന്നുള്ള ആ അസുരന്മാരെ മോഹിപ്പിച്ചതായിട്ടുള്ള ലീല പറയുന്നത്. ആ അസുരന്മാർ അന്യോന്യം കലഹിച്ചു കൊണ്ടിരുന്നതായിട്ടുള്ള സമയത്ത് ഈ ദേവിയെ കണ്ട് കലഹം വെടിഞ്ഞ് എല്ലാവരും ദേവിയുടെ പുറകെ പോകുന്ന രംഗം വർണ്ണിക്കുകയാണ്. അത് നമുക്ക് നാളെ കാണാം. ഇന്നിപ്പോൾ സമയം കഴിഞ്ഞു. ഞാൻ വർണ്ണിക്കാൻ പോയാൽ പിന്നെ 1 മണിയാവും, വേണ്ട. അപ്പം നാളെ തുടർന്ന് കാണാം. അപ്പോൾ മോഹിനിയുടെ രൂപം കണ്ടു, ഇനി ബാക്കി ഭാവം കാണാം, നമുക്ക് ചേഷ്ടകൾ കാണാം. നാളെ തുടരാം. നാളേക്കും വേണ്ടേ? സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി.
ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. വൈകിട്ട് ക്ലാസ്സില്ല, നാളെ രാവിലെ കാണാം. നാളെ 3 ക്ലാസ്സും ഉണ്ടാവും. ഹരി ഓം. ഹരി ഓം. ദേവി മാഹാത്മ്യം വായിക്കുന്നവരൊക്കെ വായിക്കുക.